നമസ്തേ നമസ്തേ. പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സാദര നമസ്കാരം. പിന്നെ മേഡം പരിചയപ്പെടുത്തി, എൻ്റെ പേര് വിജയകുമാർ എന്നാണ്. തിരുവനന്തപുരമാണ് എൻ്റെ സ്ഥലം. എനിക്ക് ഇന്ന് വളരെ അഭിമാനം തോന്നുന്ന ഒരു ദിവസം, ഒരു നിമിഷമാണ് ഇപ്പോൾ. കാരണം വെച്ചാൽ കഴിഞ്ഞ 6 മാസത്തോളം മാത്രം പ്രായമുള്ള ഒരു കമ്പനി 60 വർഷം പഴക്കമുള്ള മറ്റു പല കമ്പനികളെക്കാൾ കൂടുതൽ വേഗത്തിൽ വളരുന്ന ഒരു കമ്പനി, സ്വന്തമായി പ്രോഡക്റ്റുകളും സർക്കാരിന്റെ നിയമങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും അനുസരിച്ച് പ്ലാനും സ്വന്തം പ്രോഡക്റ്റുകളുമായിട്ട് അനുദിനം കുതിക്കുന്ന ഒരു കമ്പനി, അവച്ച ഗ്ലോബൽ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. അമേരിക്കയിലെ ടെക്സാസില് ആസ്ഥാനമായിട്ട്, എന്നാൽ ഭാരതത്തില് നമ്മുടെ മദ്രാസ്, ഇവിടെ ചെന്നൈയിൽ രജിസ്റ്റർ ചെയ്ത കമ്പനി. അതിന്റെ ഡയറക്ടറീസ് ലെല്ലിംഗ് രംഗത്ത് തന്നെ ഒരുപക്ഷെ ഒരു പര്യായം, ആ വാക്കിനൊരു പര്യായമായിട്ട് മാറാൻ പോകുന്ന പ്രോഡക്റ്റുകളുമായിട്ട് മുമ്പേ വരുന്ന കമ്പനി. ആയുഷ് മിനിസ്ട്രിയുടെ പ്രീമിയം സർട്ടിഫിക്കറ്റ്, ഡ്രഗ് ലൈസൻസ് എന്നിവയുടെ ഔഷധങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ്. ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ് ഒരു ബിസിനസ് എന്നതിലധികം അപ്പുറം ഒരു അനേകായിരം കുടുംബങ്ങളെ തകർച്ചയിൽ നിന്ന് കരകയറ്റാൻ, ആ കുടുംബത്തിനകത്ത് അന്തഃഛിദ്രങ്ങൾ അകറ്റിയിട്ട് ആ കുടുംബങ്ങളെ ഒന്നിപ്പിക്കാനും അത് കൂടുമ്പോൾ ഇമ്പമുള്ളതാക്കാൻ, അല്ലെങ്കിൽ ആരോഗ്യപരവും മാനസികവും ശാരീരികവും ഒപ്പം സാമ്പത്തികവുമായ ഉയർച്ചയിലെത്തിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ കമ്പനിയുടെ മുന്നോട്ടുള്ള പ്രയാണം. അതില് വളരെ അത്ഭുതകരമായ റിസൾട്ടുകൾ തന്നുകൊണ്ട് നമ്മുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടീം ഒരുക്കിയിരിക്കുന്ന ഒരു അത്ഭുത പ്രോഡക്റ്റാണ് റെഡറ്റ. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ആ പ്രോഡക്റ്റിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ ചരിത്ര മുഹൂർത്തത്തിൽ അതിൽ ഒരാളാവാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ അഭിമാനം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ അഫീഷ്യൽ മാനേജ്മെന്റിന് ഒപ്പം നമ്മുടെ എല്ലാ ലീഡേഴ്സിനും ഞാൻ അക്കാര്യത്തിൽ നന്ദി പറയുകയാണ്. നമുക്ക് ഒരുപാട് സമയമില്ല, കാരണം വളരെ കുറച്ച് സമയം കൊണ്ട് റെഡേറ്റ എന്താണെന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ജോലി. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. നമുക്കറിയാം, നമ്മുടെ റെഡേറ്റ എടുത്ത് നോക്കിയാൽ അതിൽ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം കീപ് യു യങ്, യുവത്വം നിലനിർത്തുക, അല്ലെങ്കിൽ അത് ആ രീതിയിൽ തുടരുക എന്നുള്ളത്. അതിൽ സ്റ്റിമുലേറ്റ് സെക്ഷൽ എബിലിറ്റി. മൂന്നാമത് പറയുന്നുണ്ട് ബൂസ്റ്റ് ദ ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി അത് കൂട്ടുന്നു. അതിനും അപ്പുറം പറയുന്നുണ്ട്, എല്ലാത്തിനും അപ്പുറത്തായിട്ട് പറയുന്ന ഒന്നുണ്ട്, റിലീവ്സ് ഫ്രം ആൽക്കഹോളിക് ടെൻഡൻസി. ഞാൻ നേരത്തെ പറഞ്ഞു കുടുംബഛിദ്രങ്ങൾ. നമുക്കറിയാം പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ കുടുംബഛിദ്രങ്ങൾക്ക് ഇന്ന് പ്രത്യേകിച്ചും കേരളത്തിൽ ഏറ്റവും കൂടുതൽ. ഒന്ന്, ആ കുടുംബത്തിനകത്ത് ഭാര്യാഭർത്തൃ ബന്ധത്തിലുണ്ടാകുന്ന ചില സ്വരച്ചേർച്ചയില്ലായ്മ, ചില പോരായ്മകൾ ഒരു വലിയ വിഷയമാണ് കുടുംബഛിദ്രത്തിന്. അതേപോലെ തന്നെ ആൽക്കഹോളിക് ടെൻഡൻസി. ഇത് രണ്ടും തമ്മിൽ, ഈ സെക്ഷൽ എബിലിറ്റി അല്ലെങ്കിൽ കുടുംബഛിദ്രം ഉണ്ടാകാവുന്ന സെക്ഷൽ എബിലിറ്റിയും അതേപോലെ ആൽക്കഹോളിക് ടെൻഡൻസി തമ്മിലും ഒരു ബന്ധമുണ്ട്. ഒന്ന് മറ്റൊന്നിന് വഴി തുറക്കുന്നു എന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, അവച്ച ഗ്ലോബൽ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് വെറുതെ ഒരു പ്രോഡക്റ്റ് ഇറക്കി മറ്റ് ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെ പോലെ പ്രോഡക്റ്റ് ഇറക്കി വിൽപ്പന നടത്തുക എന്നുള്ളതല്ല ഉദ്ദേശം. മറിച്ച് ആ വിൽപ്പനയുടെ സമൂഹത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ, സാമൂഹ്യ സേവനത്തിൽ കൂടി അവച്ച ഗ്ലോബൽ ശ്രദ്ധ വയ്ക്കുന്നു എന്നുള്ളതാണ് ഈ പ്രധാനപ്പെട്ട നമ്മുടെ കമ്പനിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നുകൂടി നമിക്കുകയാണ് നമ്മുടെ കമ്പനിയുടെ മാനേജ്മെന്റിനെ. അപ്പൊ ഞാൻ പറഞ്ഞു, റെഡറ്റയ്ക്ക് ഇങ്ങനെ ചില പ്രധാനപ്പെട്ട ഗുണങ്ങളുണ്ട്. അതായത് നമ്മുടെ യുവത്വം നിലനിർത്തുന്നു, അല്ലെ, നമ്മുടെ സെക്ഷൽ എബിലിറ്റി കൂട്ടുന്നുണ്ട്, നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്നുണ്ട്. ഇതെല്ലാത്തിനും അപ്പുറം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ്, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന അസുഖങ്ങളെ ചെറുക്കാനുള്ളൊരു കഴിവ് നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. മറ്റൊന്ന്, ഈ പറഞ്ഞ പോലെ ആൽക്കഹോളിക് ടെൻഡൻസി, ആ മദ്യപാനാസക്തി കുറയ്ക്കാൻ നമ്മൾ റെഡറ്റ എന്ന് പറഞ്ഞ പ്രോഡക്റ്റിന് കഴിയുന്നുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ 2 മാസം ഞാനിത് ഒരു പരീക്ഷണാർത്ഥം എൻ്റെ 1-2 പേഷ്യൻസിന് കൊടുത്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു കാര്യം, ആൽക്കഹോളിക് ടെൻഡൻസി കുറയ്ക്കുന്നു എന്നുള്ളത് മാത്രമല്ല, പുകവലിക്കുന്നവർക്ക് പുകവലിയോടുള്ള ആഭിമുഖ്യം കുറയ്ക്കാനും ഇത് കാരണമാകുന്നു. റെഡറ്റയ്ക്ക് കഴിവുണ്ട് എന്ന് എനിക്ക് തെളിയിക്കാൻ പറ്റി. എൻ്റെ 1-2 പേഷ്യൻസ് എന്നെ വിളിച്ച് കണ്ടോട്ട് പണ്ടത്തെ പോലെ പുകവലിപ്പ് ഇല്ല എന്ന് പറയാനും കൂടി ഇടയായി. അതും ഒരു വലിയ ഒരു അഭിമാനമായിട്ട് ഞാൻ. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് ഈ പ്രോഡക്റ്റിൽ നമ്മുടെ റെഡറ്റയിൽ ഉള്ളത് എന്ന് നമ്മൾ അറിയണം. പക്ഷേ അത് എല്ലാം ഒന്നും പറയാനുള്ള അവകാശം അല്ലെങ്കിൽ എനിക്കില്ല. കാര്യം കമ്പനിയുടേതായ ചില
രഹസ്യങ്ങൾ ചില കാര്യങ്ങളുണ്ട്. അത് എല്ലാം ഒന്നും കമ്പനി വിടില്ല. പക്ഷെ അത് ആയുഷ് മന്ത്രാലയത്തിന് അറിയാം. അവരുടെ പ്രീമിയം സർട്ടിഫിക്കറ്റ് നമുക്കുണ്ട്, ഡ്രഗ് ലൈസൻസ് ഉണ്ട്. ഇത് രണ്ടും നേടണമെങ്കിൽ സത്യങ്ങൾ അവിടെ നമ്മൾ പറയണം. അവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ എല്ലാം പറയുന്നില്ല. പക്ഷെ അതിൽ ആ ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വളരെ കാര്യമായിട്ടുള്ള ചില ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് പ്രധാനപ്പെട്ടത് നമുക്ക് ഡയറ്റ്സ്. നമുക്കറിയാം ഈത്തപ്പഴം. മറ്റൊന്ന് നമ്മളെല്ലാം പലപ്പോഴും കേട്ടിട്ടുള്ള അറിഞ്ഞിട്ടുള്ള നമ്മൾ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി ഉള്ള നെല്ലിക്ക. മറ്റൊന്ന് ഗ്രേപ്സ്, അത് നമുക്കറിയാം. മറ്റൊന്ന് കറുവപ്പട്ട. ഞാൻ ഈ പറയുന്ന ഒരു ശരിക്കും അതിന്റെ ഗുണം അല്ലെങ്കിൽ ഇത് അനുസരിച്ചല്ല ഞാൻ എഴുതി പറയുന്നു എന്നുള്ളത്. കറുവപ്പട്ട, അതുപോലെ ജാതിക്ക. നമുക്കറിയാം ജാതി പത്തിരി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ജാതിക്ക, ഏലക്ക നമുക്കറിയാം. ഇഞ്ചി അല്ലെങ്കിൽ ചുക്ക്, അത് നമുക്കറിയാവുന്നതാണ്. പിപ്പലി എന്ന് അത് നമുക്കറിയാം അല്ലെ, ലോങ് പെപ്പർ. അതുപോലെ അശ്വഗന്ധ, ഇന്നൊരു പക്ഷേ അവൈസ്യയുടെ മൊണോപ്പൊളി എന്ന് പറയാൻ പറ്റുന്ന ഒരു ആയുർവേദ മരുന്നാണ് അശ്വഗന്ധയായി മാറിയിരിക്കുന്നത്. പലരും അശ്വഗന്ധ എങ്ങനെയാണെന്ന് അന്വേഷിച്ചു തുടങ്ങിയ ഒരു കാലവും കൂടിയാണ് ഇപ്പൊ അശ്വഗന്ധ. അതേപോലെ വില്ലുവം, കൂവളം, കുമ്പിള് എന്ന് പറഞ്ഞ മരം വളരെ അപൂർവമാണ്. അത് കുമ്പിള്. പാതിരി എന്ന് പറഞ്ഞ മരം, അതുമായി ബന്ധപ്പെട്ടതാണ്. പാതിരി ഉണ്ട്. അതുപോലെ പലകപ്പയ്യാനി എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. പിന്നെ മുഞ്ഞ, അതും വളരെ അപൂർവമായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുള്ളൂ. പിന്നെ കരിമ്പ്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട നമ്മുടെ ഇതിലെ ഇൻഗ്രീഡിയൻസ്. മറ്റു ചിലത് കൂടിയുണ്ട്. അത് നമുക്ക് പിന്നാലെ നമുക്ക് നമ്മുടെ അവൈസ്യൻസിന്റെ മാത്രമായിട്ടുള്ള ക്ലാസ്സുകളിലും മറ്റു കാര്യങ്ങളും നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇതിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് പ്രോഡക്റ്റുകളെ കുറിച്ച് മാത്രം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈത്തപ്പഴം തന്നെ ആദ്യം എടുക്കാം. നമുക്കറിയാം ഈത്തപ്പഴം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ അത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ചെറുപ്പത്തിന്റെ പര്യായം എന്നുള്ള നിലയിലാണ്. നമുക്കറിയാം ചെറുപ്പം എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹൈന്ദവ പുരാണത്തിൽ യയാതി മഹർഷി, അദ്ദേഹത്തിന് ശാപം കിട്ടി, വാർദ്ധക്യം വന്നുപോയി, അകാല വാർദ്ധക്യം വന്നു. അദ്ദേഹം എല്ലാ മക്കളടുത്തും യാചിച്ചു എന്നാണ്, നിങ്ങൾ ആരെങ്കിലും ആ യൗവനം എനിക്ക് തരുമോ. അപ്പൊ യൗവനത്തിന് അല്ലെങ്കിൽ വാർദ്ധക്യം വരാതിരിക്കുന്ന അവസ്ഥയ്ക്ക് അത്രയും പ്രാധാന്യം ഞാനും നിങ്ങളും എല്ലാ സമൂഹവും കൽപ്പിക്കുന്നത് യൗവനം. അവസാനം അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹം അത് യൗവനം അച്ഛന് കൊടുത്തു എന്നാണ്. അപ്പൊ യൗവനത്തിന് പണ്ട് കാലം മുതൽ എന്നല്ല എപ്പോഴും അത്രയും പ്രാധാന്യമുള്ളതാണ്. അപ്പൊ ഈത്തപ്പഴത്തിന്റെ പര്യായം തന്നെ യൗവനമാണ്. ആ ഈത്തപ്പഴത്തിൽ ധാരാളം വൈറ്റമിൻസ്, മിനറൽസ്, അമിനോ ആസിഡ്സ്, അതുപോലെ സോളുബിൾ വൈറ്റമിൻസ്, നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് ദഹിക്കുന്ന തരത്തിലുള്ള ഫൈബർ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആണ് ഈത്തപ്പഴം. നമുക്കറിയാം അത് ഏറ്റവും നല്ല ആന്റി ഓക്സിഡന്റുകളിലൊന്നാണ്. അതിലെ ഫ്ലവോയിനോഡുകൾ ശരിക്കും അത് സെൽസ് റിപ്പയർ ചെയ്യാൻ, നമ്മുടെ ശരീരത്തിലെ സെൽസിനെ റിപ്പയർ ചെയ്യാനുള്ള ഒരു കഴിവ് ഈത്തപ്പഴത്തിന്റെ അതിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഹാർട്ടിന്റെ കംപ്ലൈന്റുകൾ നമ്മൾ പറയുന്നുണ്ട്. യുവത്വം നിലനിർത്തുക മാത്രമല്ല, നമ്മൾ പറയുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ പ്രതിരോധിക്കാൻ ഈത്തപ്പഴത്തിന് അവിടെയും കഴിവ്. അതുപോലെ അതിന്റെ ആ ഒരു മസ്കുലർ റീജനറേഷൻ അത് നിയന്ത്രിക്കും. നമ്മളെ മസിൽസിന്റെ അല്ലെങ്കിൽ സെൽസുകൾ നശിച്ചു പോകുന്ന അവസ്ഥയെ നിയന്ത്രിക്കാൻ, അത് തടയാൻ ഈത്തപ്പഴത്തിന് കഴിവുണ്ട്. അതുപോലെ കണ്ണുകൾ, കാഴ്ചശക്തി കൂട്ടാൻ. അപ്പൊ ഇതൊക്കെ യുവത്വത്തിന് ആവശ്യമാണ്. വിഗർ ആൻഡ് വൈറ്റാലിറ്റി ഉണ്ടാവണം. അതുപോലെ അതിന്റെ ഫൈബർ നമുക്ക് അസിഡിറ്റി ഒഴിവാക്കുന്നുണ്ട്, ഇൻഡൈജഷൻ ഒഴിവാക്കുന്നുണ്ട്, കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കുന്നുണ്ട്. ഫാറ്റി ലിവറിന് ഏറ്റവും നല്ലൊരു മരുന്നാണ് ഈത്തപ്പഴം. അപ്പൊ ഇതെല്ലാം നിയന്ത്രിക്കും. മറ്റൊന്ന്, ഇതിൽ പൊട്ടാസ്യവും മെഗ്നീഷ്യവും സിങ്കും ഫോസ്ഫറസും സെലീനിയം എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട്. ഹോമിയോപ്പതിയിൽ, ആയുർവേദത്തിലും ഉണ്ട്, അലോപ്പതിയിലും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. സെലീനിയം ഒരു സെക്ഷൽ സെക്ഷൽ എബിലിറ്റി കുറഞ്ഞ ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു മരുന്നാണ്. അത് എല്ലാ സിസ്റ്റത്തിലും കൊടുക്കുന്നുണ്ട്. ആ സെലീനിയം ഈത്തപ്പഴത്തിൽ ഏറ്റവും കൂടുതലുണ്ട്. അതുകൊണ്ടാണ് ഈത്തപ്പഴം യുവത്വത്തിന് പര്യായം എന്ന് പറയാൻ കാര്യവും സെക്ഷൽ എബിലിറ്റിക്ക് ഈത്തപ്പഴം ഉപയോഗിക്കാൻ പറ്റുന്നതും. അതുപോലെ തന്നെ ഇതിന് വലിയ പ്രത്യേകതയുണ്ട്. വ്യായാമം ചെയ്യുന്ന ആൾക്കാർ ഈത്തപ്പഴം കഴിച്ചാൽ, അവര് വ്യായാമം ചെയ്ത് അല്ലെങ്കിൽ ഇപ്പൊ ജിമ്മിലൊക്കെ പോയി വ്യായാമം ചെയ്യുന്ന ആൾക്കാർ ആദ്യം തുടങ്ങുന്നതിന് 1.5 മണിക്കൂർ മുമ്പ് ഒരു 4-5 ഈത്തപ്പഴം കഴിച്ചാൽ അവർ സാധാരണ അരമണിക്കൂർ ചെയ്യുന്ന എക്സസൈസ് അവർക്ക് 1 മണിക്കൂർ 1.5 മണിക്കൂർ ചെയ്യാനുള്ള കപ്പാസിറ്റി കിട്ടും. അപ്പൊ ആ ഒരു സ്റ്റാമിന കിട്ടാൻ ഈത്തപ്പഴത്തിന് ഭയങ്കര കഴിവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഡേറ്റ്സ് കഴിക്കുന്നവർക്ക് ഈ പറഞ്ഞ ചില കാര്യങ്ങളിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ സെല്ലുലാർ റിപ്പയർ, അതുപോലെ ആട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളെ ചെറുക്കാനുള്ള കഴിവ് ഈത്തപ്പഴത്തിന്. അതൊക്കെ നമുക്ക് ക്ലാസ്സുകളിൽ പറയാം. വൈറ്റമിൻ സി, B6, K, അയൺ ആൻഡ് ഫോളിക് ആസിഡ്, ഇതെല്ലാം ഈത്തപ്പഴത്തിലുണ്ട്.
സെക്ഷൽ ഡെവലപ്മെന്റിന് ഞാൻ എങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞു, സെലീനിയവും അത്തരം ഘടകങ്ങളും ഉണ്ട്. അതുപോലെ ബ്ലഡ് ഫോർമേഷൻ, കൂടുതൽ യുവത്വവും ആരോഗ്യവും ഒക്കെ വേണമെങ്കിൽ ആവശ്യത്തിലധികം രക്തം വേണം, ആവശ്യത്തോളം രക്തം വേണം. ആ രക്തം ഉണ്ടാക്കാനുള്ള കഴിവ് ഈത്തപ്പഴത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഗർഭിണികൾ ഈത്തപ്പഴം കഴിക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ റെഡേറ്റ കഴിക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ടെന്ന് ഞാൻ ഇവിടെ പറയാം. ഗർഭിണികൾ കഴിച്ചാൽ അമ്മയ്ക്കും കുഞ്ഞിനും അത് ഒരുപാട് ഗുണം ചെയ്യും. കൊച്ചുകുട്ടികൾക്കും തീർച്ചയായിട്ടും റെഡേറ്റ കഴിക്കാം. ഒരു സ്പൂൺ വെള്ളം അല്ലെങ്കിൽ റെഡേറ്റ നമ്മൾ വായിക്കാത്ത ഒഴിച്ചു കൊടുത്താൽ ഇറക്കാൻ കഴിവുള്ള പ്രായം മുതലുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും റെഡേറ്റ കൊടുക്കാം. ഗർഭിണികൾക്ക് കഴിക്കാം. അത് ആ കുട്ടികളുടെ ബ്രെയിൻ സെൽസിനെ അത് ഉത്തേജിപ്പിക്കും. അമ്മയ്ക്ക് പൈൽസ് ഉണ്ടെങ്കിൽ, ഗർഭിണികളുടെ പൈൽസ് ഉണ്ടെങ്കിൽ അത് മാറ്റാനും ഈത്തപ്പഴത്തിന് കഴിയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ആന്റി ഏജിങ് കപ്പാസിറ്റി ഉള്ളതാണ് നമ്മുടെ ഈത്തപ്പഴം. അത് പ്രായാധിക്യം അല്ലെങ്കിൽ വാർദ്ധക്യം ഉണ്ടാകാതിരിക്കാൻ അത് കഴിയും. മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകത സെലീനിയം ഉള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ വികലൻ വൈറ്റാലിറ്റി കൂട്ടുന്നത് മാത്രമല്ല, സ്പേം കൗണ്ട് കൂട്ടാൻ, അതിന്റെ വൈറ്റാലിറ്റി, സ്പേമിന്റെ സ്പീഡ് കൂട്ടാൻ, മോട്ടിലിറ്റി പെർ കൂട്ടാനും, ഓവുലേഷൻ കറക്റ്റ് ആക്കാനും, സ്ത്രീകളെ സംബന്ധിച്ച് ഓവുലേഷൻ കറക്റ്റ് ആക്കാനും, അതുപോലെ ആണുങ്ങൾക്ക് ഉദ്ധാരണ ശേഷി കുറവ്, ഇറക്റ്റൈൽ പവർ, അത് കൂട്ടാനും ഈത്തപ്പഴത്തിന് കഴിയുന്നുണ്ട്. അതുപോലെ ശീഘ്രസ്ഖലനം, ഇജാക്കുലേഷൻ വളരെ പെട്ടെന്ന് നടന്നു പോകുന്ന ശീഘ്രസ്ഖലനം ഒഴിവാക്കാനും ഈത്തപ്പഴത്തിന് കഴിയും. അപ്പൊ പൊതുവില് ഈ രീതിയിൽ നമുക്ക് ഈത്തപ്പഴം നമ്മുടെ റെഡറ്റയിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഒരു സംശയം ചോദിക്കാം, ഈത്തപ്പഴം അത് പറയുമ്പോൾ കൂടെ പറയുകയാണ്, ഈത്തപ്പഴം മിനിപ്പല്ലേ, അതെങ്ങനെ ഡയബറ്റിക് പേഷ്യൻസിന് അത് സ്ഥിരം കഴിച്ചാൽ ഡയബറ്റിക് ഉണ്ടാവൂലേ, അല്ലെങ്കിൽ ഡയബറ്റിക് പേഷ്യൻസിന് കഴിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും കഴിക്കാം. ഈത്തപ്പഴം നിയന്ത്രിതമായ തോതിലാണ് നമ്മൾ ദിവസവും ഇതിന് ഒരു നിശ്ചിത അളവാണ് പറയുന്നത്, ആ അളവിലാണ് നമ്മൾ കഴിക്കുന്നത്. മാത്രമല്ല ഈത്തപ്പഴത്തിന്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ്, അതായത് ഒരു ഈത്തപ്പഴം കഴിച്ചാൽ ഉണ്ടാക്കാവുന്ന ഷുഗറിന്റെ വാല്യൂ, അത് ചോറ് ഉണ്ടാകാതിനേക്കാൾ വളരെ കുറവാണ്. കാര്യം 40-നും 50-നും ഇടയ്ക്കാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് ഈത്തപ്പഴത്തിന്റെ. അപ്പൊ ചോറ് ഉണ്ണുന്നതിനോളം ദോഷമല്ല ഈത്തപ്പഴം കഴിച്ചാൽ. അതുകൊണ്ട് ഡയബറ്റിക് പേഷ്യൻസ് തീർച്ചയായിട്ടും റെഡേറ്റ കഴിക്കാം. ഈത്തപ്പഴം ചേർന്നു എന്ന് പറഞ്ഞ് ഒഴിവാക്കേണ്ട കാര്യമില്ല, ഈത്തപ്പഴം കഴിക്കാം. പക്ഷെ അതിന് അനുബന്ധമായിട്ട് മറ്റ് ആഹാര സാധനങ്ങൾ കുറയ്ക്കുക. ഫ്രൂട്ട്സും സ്റ്റാർച്ച് അല്ലെങ്കിൽ അരി ആഹാരങ്ങളൊക്കെ കുറച്ചാൽ മാത്രം മതിയാവും. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഇത് കഴിക്കാം. അതുകൊണ്ട് നമ്മളുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ ഉപയോഗിക്കാൻ പറ്റും, യുവത്വം നിലനിർത്താൻ പറ്റും, സെക്ഷൽ പവർ മെയിൻറ്റെയിൻ ചെയ്യാനും ഈത്തപ്പഴത്തിന് കഴിയും. ഞാൻ ചുരുക്കി പറയുകയാണ് ഈത്തപ്പഴത്തിന്. മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടന്റ് നെല്ലിക്ക. നമുക്കറിയാം ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി, നമുക്ക് ചവനപ്രാശത്തിനെ കുറിച്ചൊക്കെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള വൈറ്റമിൻ കെ ഉണ്ടായത് അതിന്റെ ബ്രെയിൻ സെൽസ് ബൂസ്റ്റ് ചെയ്യാൻ നല്ലതാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ പറയുന്ന റെഡേറ്റ ബ്രെയിൻ സെൽസ് ബൂസ്റ്റ് ചെയ്യുന്നതിന് കൊച്ചുകുട്ടികൾക്കും കൊടുക്കണം. അതുപോലെ ആന്റി ഡയബറ്റിക് ആണ് നെല്ലിക്ക, ആന്റിബയോട്ടിക് ആണ് നെല്ലിക്ക, ആന്റി ഇൻഫ്ലമേറ്ററി ആണ്, അനാൽജസിക് ആണ്, വേദന സംഹാരിയാണ് നെല്ലിക്ക, ആന്റി അലർജിക് ആണ്, ആസ്മാറ്റിക് കംപ്ലൈൻസിന് നെല്ലിക്ക ഉപയോഗപ്പെടുത്താം. ഏറ്റവും പ്രധാനപ്പെട്ടത് അത് ആന്റി ഓക്സിഡന്റ് ആണ്, നമുക്കൊക്കെ അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രെയിൻ സെൽസിന് അത് ഉപയോഗിക്കാം. ഹാർട്ടിന് നല്ലതാണ്, കണ്ണിന് നല്ലതാണ്, ബോൺസിന് നല്ലതാണ്, ഹെയറിന് നല്ലതാണ്, സ്കിന്നിന് നല്ലതാണ്. അതേപോലെ HDL കൂട്ടാൻ, ഹൈ ഡെൻസിറ്റി കൊളസ്ട്രോള് ലിപ്പിഡ് അത് ലാജിക് ആസിഡ് ആ രീതിയിൽ അത് ഏജിങ് പ്രോപ്പർട്ടിയും ആ ഒരു കഴിവും നെല്ലിക്കയ്ക്കുണ്ട്. അതുപോലെ ശരീരത്തിലുള്ള ഈ ചുളിവുകൾ, പ്രായാധിക്യം കൊണ്ടുണ്ടാകുന്ന ചുളിവുകൾ മാറ്റാൻ നെല്ലിക്ക് കഴിയും. അതുപോലെ ഫിറ്റ്, എപ്പിലെപ്സി ഇതൊക്കെ വരാതെ നിയന്ത്രിക്കാൻ, പാർക്കിൻസൺ വരാതെ നിയന്ത്രിക്കാൻ അതിനും നെല്ലിക്ക് കഴിവുണ്ട്. അപ്പൊ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ബാക്കി എല്ലാ ഗുണങ്ങളും ഉള്ളതുകൊണ്ട് റെഡേറ്റയിൽ നെല്ലിക്ക ചേർത്തിട്ടുണ്ട്. അത് നമ്മളെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ, അല്ലെങ്കിൽ നമ്മളെ ബ്ലഡ് സെൽസ്, നമ്മളെ ബ്രെയിൻ സെൽസ് എല്ലാത്തിനും ഉത്തേജകമായിട്ട് റെഡേറ്റ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതേപോലെ മറ്റൊന്ന് സിന്നമോൺ, അതായത് കറുവപ്പട്ട. നമുക്കറിയാം കറുവപ്പട്ട നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് സിനിമാൽഡിഹൈഡ് എന്നൊരു ഘടകം അതിലുണ്ട്. അത് ഇൻസുലിൻ മെറ്റബോളിസത്തിന് കറക്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് റെഡേറ്റ ഇനിപ്പാണ്, പക്ഷെ ഡയബറ്റിക് പേഷ്യൻസിന് കഴിക്കാമോ? തീർച്ചയായിട്ടും ഈ ഒരു കാര്യം കൂടി തന്നെ അവ കഴിക്കാം എന്നുള്ളതാണ്. കാരണം അത് ആ മെറ്റബോളിക് ആക്ടിവിറ്റീസിനെ അത് കറക്റ്റ് ചെയ്യും. മാത്രമല്ല
സെക്ഷൽ എനർജി ബൂസ്റ്റ് ചെയ്യാൻ കറുവപ്പട്ടയ്ക്ക് ഒരുപാട് കഴിവുണ്ട്. അതായത് നാഡി, നമ്മുടെ ഞരമ്പുകളെ ബലപ്പെടുത്താൻ കറുവപ്പട്ടയ്ക്ക് നല്ല കഴിവുണ്ട്. അതേപോലെ മറ്റൊരു പ്രത്യേകത, കറുവപ്പട്ട നമ്മൾ സാധാരണ കാണുന്നിടത്തല്ല, അതിന് വയറിൽ അടിഞ്ഞു കൂടുന്ന കൊഴുപ്പലി, നമ്മൾ സാധാരണ പറയാൻ പ്രസവ ശേഷമൊക്കെ വയറിങ്ങനെ ചാടുന്നു എന്നൊരവസ്ഥ പ്രത്യേകിച്ച് സ്ത്രീകൾ പറയാറുണ്ട്. പുരുഷന്മാർക്കും കുടവണ്ടി, അങ്ങനെ അമിതമായ ഫാറ്റ് വയറിൽ അടിയുന്ന അവസ്ഥയിൽ അത് ട്രൈഗ്ലിസ് കുറയ്ക്കും. നമ്മുടെ BP അത് കൺട്രോൾ ചെയ്യും. അത് ആന്റി ഇൻഫ്ലമേറ്ററി ആണ്, ആന്റി ഫംഗലും കൂടിയാണ് കറുവപ്പട്ട. ആന്റി ഫംഗലാണ്. അതേപോലെ തന്നെ ആന്റി ബാക്ടീരിയലാണ്. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒഴിവാക്കാനും കറുവപ്പട്ടയെ സഹായിക്കും. അപ്പൊ ആന്റി വൈറൽ ആണ്, വൈറസ് ഇൻഫെക്ഷൻ ഒഴിവാക്കാനും കറുവപ്പട്ടയിട്ട് വെള്ളം കുടിക്കുന്നതിന് കറുവപ്പട്ട ചില മരുന്നുകളിലൊക്കെ ചേർക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് വലിയൊരു അവസരത്തിൽ പറയാം. അതുപോലെ മറ്റൊരു വലിയ പ്രത്യേകത, PCOD കറക്റ്റ് ചെയ്യാൻ, ഫൈബ്രോയിഡ് കാലക്രമേണ ഫൈബ്രോയിഡിന്റെ അളവ് ഇപ്പം 5 or 6 mm ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിങ്ങനെ കുറച്ച് കൊണ്ടുവരാനുള്ള കഴിവ് ശരിക്കും കറുവപ്പട്ടയ്ക്കുണ്ട്. അപ്പൊ PCOD നിയന്ത്രിക്കുന്നുണ്ട്, ഫൈബ്രോയിഡ് കുറയ്ക്കുന്നുണ്ട്. ഡിസ്മെനോറിയ, നമുക്കറിയാം മെൻസസിന്റെ സമയത്തുണ്ടാകുന്ന വയറുവേദന, അത് കുറയ്ക്കാനുള്ള കഴിവ് കറുവപ്പട്ടയ്ക്കുണ്ട്. മെനറേജിയ, അത് എക്സസീവ് ബ്ലീഡിങ്, ചില ആൾക്കാർക്ക് അമിതമായ രക്തം ആർത്തവ സമയത്ത് പോകാറുണ്ട്, ആ പീരീഡ്സിന്റെ സമയത്ത്, അത് നിയന്ത്രിക്കാനുള്ള കഴിവും കറുവപ്പട്ടയ്ക്കുണ്ട്. അപ്പൊ ആലോചിച്ച് നോക്ക്, നമുക്ക് ട്രൈഗ്ലിസറൈഡ് കൂട്ടുന്നുണ്ട്, പിന്നെ പറഞ്ഞത് ആന്റി ഇൻഫ്ലമേറ്ററി ആണ്, ആന്റി ഫംഗലാണ്, ആന്റി ബാക്ടീരിയൽ ആണ്, ആന്റി വൈറലാണ്. ഒപ്പം നമുക്ക് വയറിന്റെ ഫാറ്റ് കുറയ്ക്കും, സെക്ഷൽ എനർജി ബൂസ്റ്റ് ചെയ്യാൻ, നാഡി ഞരമ്പുകളെ ബലപ്പെടുത്താൻ, അതേപോലെ മെൻസസുമായി ബന്ധപ്പെട്ട അസുഖങ്ങളൊക്കെ നിയന്ത്രിക്കാൻ കറുവപ്പട്ടയ്ക്ക് കഴിയും. അതുപോലെ പാർക്കിൻസൺ, അത് നമുക്ക് എപ്പോഴും അറിയാം, ഈ ഒരു ഭാഗം, ഒരു വശം തളർന്നു പോകുന്ന അവസ്ഥ, അത് ഒഴിവാക്കാനും ശരിക്കും പറഞ്ഞാൽ അത് അതിന്റെ തീവ്രത കുറച്ചു കൊണ്ടുവരാൻ, ബ്രെയിൻ ഫങ്ഷൻ കറക്റ്റ് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ കറുവപ്പട്ടയ്ക്ക് ആ കഴിവുണ്ട്. ഹലോ, കേൾക്കാമോ മാഡം? ഹലോ ഹലോ കേൾക്കാം സാർ, കേൾക്കാം. അതാണ് കറുവപ്പട്ടയുടെ ഗുണം. അതേപോലെ തന്നെ ജാതിക്ക, നമുക്കറിയാം നമ്മുടെ ഇതില് വീഡിയോ കിട്ടുന്നുണ്ടോ? ഹലോ, ഉണ്ട് സാർ, കിട്ടുന്നുണ്ട്. എന്നെ കാണാമോ? കാണാം. ഓക്കെ. അപ്പൊ അതുപോലെ മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒന്നാണ് ജാതിക്ക. ഇതിൽ നമ്മൾ ജാതിക്ക ചേരുന്നുണ്ട്. നമുക്കറിയാം ജാതിക്കയുടെ പ്രത്യേകതയും അതുപോലെ തന്നെയാണ്. സാറിന് ബ്ലഡ് കൗണ്ട് കൂട്ടുന്നുണ്ട്, അതുപോലെ കിഡ്നി സ്റ്റോൺ ചെറുക്കാനുള്ള കഴിവ് ജാതിക്കയ്ക്കുണ്ട്. അത് അനാൽജസിക് ആണ്. അതുപോലെ അതില് മെഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. മെഗ്നീഷ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമുക്ക് ടെൻഷൻ ഒഴിവാക്കാൻ നമുക്ക് മെഗ്നീഷ്യത്തിന് കഴിയുന്നുണ്ട്. അതുപോലെ ബ്രെയിൻ ഫങ്ഷൻ ബൂസ്റ്റ് ചെയ്യാൻ അതിനും ജാതിക്കയ്ക്ക് ഭയങ്കര കഴിവുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അൾസിമേഴ്സ്, നമുക്കറിയാം, ഒരു 45 വയസ്സ് കഴിയുമ്പോൾ നമുക്ക് ഓർമ്മക്കുറവ് തുടങ്ങും. അത് വയസ്സാവുമ്പോൾ അല്ലെങ്കിൽ കുറേ പ്രായം അങ്ങോട്ടാവുമ്പോൾ പിന്നെ യാതൊരു ഓർമ്മയില്ലാത്തൊരവസ്ഥ, സ്ഥലകാലബോധം ഇല്ലാത്തൊരവസ്ഥയിലോട്ട് നമ്മൾ എത്തിച്ചേരും. അതുകൊണ്ട് ആ ബ്രെയിൻ ഫങ്ഷൻ മെഗ്നീഷ്യം ഉള്ളതുകൊണ്ട് ആ ടെൻഷൻ ഒഴിവാക്കാനും അൾസിമേഴ്സ് വരാതെ നോക്കാൻ ശരിക്കും പറഞ്ഞാൽ ജാതിക്കയ്ക്ക് കഴിയും. അതിൽ വൈറ്റമിൻ C ഉണ്ട്, വൈറ്റമിൻ A ഉണ്ട്, B6 ഉണ്ട്, B12 ഉണ്ട്. അതേപോലെ കാൽഷ്യം, മെഗ്നീഷ്യം, പൊട്ടാസ്യം, കോപ്പർ, സിങ്ക്, ഇങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ അത് തലച്ചോറിന്റെ ഞരമ്പുകളെ ശരിക്കും ഉത്തേജിപ്പിക്കും. അതുപോലെ ഡിപ്രഷൻ ഒഴിവാക്കും. ഇതൊക്കെ ജാതിക്കയുടെ ഗുണമാണ്. അതേപോലെ തന്നെ മെന്റൽ പവർ, മാനസിക ശക്തി അത് കൂട്ടാൻ ഉപയോഗിക്കുന്നുണ്ട്. ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്യാനുള്ള കഴിവ് ജാതിക്കയ്ക്കുണ്ട്. BP കുറയ്ക്കാൻ അതുകൊണ്ട് തന്നെ കഴിയുന്നുണ്ട്. പിന്നെ ആന്റി ക്യാൻസറസ് ആണ്, ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. പക്ഷേ കിഡ്നി സ്റ്റോൺ മാറ്റാൻ അത് കുറയ്ക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ ജാതിക്ക, ഇവിടെ നമ്മൾ ഇതൊക്കെ വേണം, നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവാൻ വേണ്ടി ഇതെല്ലാം വേണം. ഒപ്പം ജാതിക്കയ്ക്ക് വേറെ വലിയ പേരുണ്ട്,
ഒരു പര്യായമുണ്ട്, കാമം. കാമശാസ്ത്രം നമ്മൾ കേട്ടാവും അല്ലെ. അപ്പൊ കാമം എന്നൊരു അതിന് ആ ജാതി പത്തിരിക്ക് അങ്ങനെ ചില കോമ്പിനേഷൻ മറ്റ് ചിലതുമായി ചേരുമ്പോൾ അങ്ങനെ ചില ശക്തി ഇരട്ടിപ്പിക്കാൻ അല്ലെങ്കിൽ കാമാസക്തി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ലൈംഗിക ശേഷി, ഒറ്റ വാക്കിൽ പറഞ്ഞ ലൈംഗിക ശേഷി ബൂസ്റ്റ് ചെയ്യാനുള്ള കഴിവ് അല്ലെങ്കിൽ സെക്ഷുവൽ പവർ കൂട്ടാനുള്ള കഴിവ് ജാതിപത്രിക്കുണ്ട്. അപ്പോൾ അതാണ് സെക്ഷുവൽ വീക്ക്നെസ്, അത് ഒഴിവാക്കും. ഇറക്റ്റൈൽ പവർ ഞാൻ നേരത്തെ പറഞ്ഞത്, ശീഘ്രസ്ഖലനം, ലൈംഗിക ആസക്തി കുറവ്, ഇതിനൊക്കെ ജാതിക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ അതും കൂടി കണ്ടുകൊണ്ടാണ് നമ്മുടെ R&D വിഭാഗം ജാതിപത്രി അല്ലെങ്കിൽ ജാതിക്കായ റെഡറ്റിയിൽ ചേർത്തിട്ടുള്ളത്. മെയിൽ ഓർഗൻസിന്റെ ഈ ജാതിക്ക ഓയില് നമുക്കറിയാം, വിദേശത്തൊക്കെ ചില ഓയിൽ കിട്ടും. പുരുഷ ലൈംഗിക അവയവത്തിൽ അത് പറ്റി കഴിഞ്ഞാൽ സ്റ്റിഫ് ആവും, നല്ല സ്റ്റഡി ആയി നിൽക്കും, അല്ലെങ്കിൽ സ്റ്റിഫ് ആവും എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷേ ജാതിക്ക ഓയിൽ അത്തരത്തിൽ ഉപയോഗിക്കുന്നു. അപ്പൊ ജാതിക്ക ഓയിൽ ആ രീതിയിൽ ഉപയോഗിക്കാം. അതല്ലാതെ നമുക്ക് ജാതി ഇങ്ങനെ വയാഗ്രയ്ക്ക് തുല്യമായ ഗുണം, വയാഗ്ര എല്ലാവർക്കും അറിയാം, വയാഗ്രയ്ക്ക് തുല്യമായ ഗുണം ജാതിയിൽ നിന്ന് നമുക്ക് ലഭിക്കും. അപ്പോൾ ഇത് ആണ് ജാതി ഇവിടെ ചേർക്കാനുള്ള കാര്യം. ഇനി മറ്റൊന്നുണ്ട്, കാർഡമം. നമുക്കറിയാം ഏലക്ക. ആ ഏലക്കയുടെ പ്രധാന ഗുണങ്ങൾ പറഞ്ഞാൽ HB ഗുണം, ആന്റി ആസ്മാറ്റിക് ആണ്, ഇൻറ്റെസ്റ്റൈനൽ പ്രോബ്ലം കുറയ്ക്കാൻ കഴിയും, കിഡ്നി ഫംഗ്ഷൻ ത്വരിതപ്പെടുത്താൻ, നല്ലവണ്ണം കിഡ്നിയുടെ ഫംഗ്ഷൻ കൊണ്ടുപോകാൻ പറ്റും, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഒഴിവാക്കാൻ പറ്റും, ലിവർ ഫംഗ്ഷൻ കറക്റ്റ് ചെയ്യാൻ പറ്റും, കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ പറ്റും, ഹാർട്ട് ബീറ്റ് നമ്മുടെ അത് നമുക്ക് നിയന്ത്രിക്കാൻ, ടാക്കിക്കാർഡിയ എന്ന് പറയും, അധികം ഇടിക്കുന്ന അവസ്ഥ, അതിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ, അത് ഹാർട്ട് ബീറ്റ് നിയന്ത്രിക്കാൻ പറ്റും. അതുപോലെ ജാതിക്ക ആന്റി ബാക്ടീരിയലാണ്, ആന്റി ഇൻഫ്ലമേറ്ററി ആണ്, റെസ്പിറേറ്ററി സിസ്റ്റത്തിന് ഏറ്റവും നല്ലതാണ് ഏലക്ക. ഏലക്കായിട്ട് വെള്ളം കുടിച്ചാൽ ഒരുവിധമുള്ള കഫം, ഏലാതെ ചോറിനൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. റെസ്പിറേറ്ററി സിസ്റ്റത്തിന് ഏറ്റവും നല്ലതാണ്. ആസ്മ, അലർജി, ഇതിനൊക്കെ ഏലക്ക നല്ലതാണ്. അതുപോലെ ഇവിടെയും ഏലക്കായ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, സെക്ഷൽ എബിലിറ്റി കൂട്ടാൻ ഏലക്കായ്ക്ക് കഴിവുണ്ട്, യുവത്വം നിലനിർത്താൻ കഴിയും, തൊലിയുടെ കണ്ടീഷനിങ്, അതായത് തൊലി ഞാൻ നേരത്തെ ചുക്കി ചുളിഞ്ഞൊന്നും പോവാതെ എന്നും ഒരു എന്താ പറയാൻ, ഇങ്ങനെ തിളങ്ങുന്ന, വെട്ടിത്തിളങ്ങുന്ന, അല്ലെങ്കിൽ എന്നും യുവത്വം നിലനിർത്തുന്ന തരത്തിലുള്ള തൊലി ആ ഒരു മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവ് ഏലക്കായ്ക്കുണ്ട്. അതുപോലെ ഇന്റേണൽ പോയിസൺ പുറന്തള്ളാനുള്ള കഴിവ് ഏലക്കായ്ക്കുണ്ട്, ഉള്ളിലുള്ള വിഷവസ്തുക്കളെ പുറന്തള്ളാനുള്ള കഴിവ് ഏലക്കായ്ക്കുണ്ട്. അപ്പൊ അത് ഒരു പരിധി വരെ ഒരു പക്ഷേ നാർക്കോട്ടിക് എഫക്റ്റ് കുറയ്ക്കാനും, അല്ലെങ്കിൽ പുകവലിക്കുന്ന ആൾക്കാർക്ക് പുകവലി ശീലം കുറയുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല, എൻ്റെ അനുഭവത്തിൽ എനിക്ക് കിട്ടിയ റിസൾട്ട് അനുസരിച്ച് ആ രീതിയിലാണെങ്കിൽ ഒരുപക്ഷെ ഏലക്ക റെഡറ്റയിൽ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെയും കൂടി ഗുണം ഉണ്ടാകുന്നത് അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. അതുപോലെ സ്വപ്ന സ്ഖലനം അത് നിയന്ത്രിക്കാനുള്ള കഴിവ് ഏലക്കായ്ക്കുണ്ട്. ലിബിഡോ എന്ന് പറഞ്ഞ അവസ്ഥ, സ്റ്റിഫ്നെസ്, അതിന് നല്ലതാണ്. ഇറക്റ്റൈൽ പവർ കൂട്ടാൻ, ഇങ്ങനെയൊക്കെ ഏലക്ക നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ നമുക്കറിയാം ചുക്ക് നമ്മുടെ ഇതിലുള്ളതാണ്, ചുക്കില്ലാത്ത കഷായമില്ല എന്ന് പറയും. അതേപോലെ തന്നെയാണ് ഇതില് ഇഞ്ചിക്ക് ഗുണം 5 അല്ല 100 അല്ല 500 അപ്പൊ ആ ഗുണങ്ങളൊക്കെ നമ്മൾ പറയാൻ നിന്നാൽ കുഴപ്പം. ഇവിടെ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ലിറ്ററോൾ എന്നൊരു ആൽക്കലോയിഡ് ഇതിലുണ്ട്, അതുകൊണ്ട് തന്നെ മസ്കുലർ കൺട്രാക്ഷൻ ഒഴിവാക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഇപ്പൊ യൂട്രസിന്റെ കൺട്രാക്ഷൻ നിയന്ത്രിക്കാൻ ഇഞ്ചി കഴിയും, അതുകൊണ്ടാണ് ഈ അബോർഷൻ നിയന്ത്രിക്കാൻ ഇഞ്ചിക്ക് കഴിയും. പീരിയഡ്സിന്റെ സമയം ഞാൻ നേരത്തെ നിയന്ത്രിക്കാൻ ഇഞ്ചി കഴിയും. അതുപോലെ ഇൻഫ്ലമേറ്ററി ആണ്, ഓസ്റ്റിയോ അത് നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ്. അതുപോലെ യൗവനം നിലനിർത്താനുള്ള കഴിവ് ഇഞ്ചിക്കും ഉണ്ട്. ദഹനേന്ദ്രിയങ്ങളെ കറക്റ്റ് ചെയ്യാൻ, ഡൈജസ്റ്റീവ് സിസ്റ്റം കറക്റ്റ് ആവാൻ, ഡയബറ്റിക് പേഷ്യൻസിന് ഗ്യാസ്ട്രോപരാസിസ് എന്നൊരു അവസ്ഥയുണ്ട്, അത് നിയന്ത്രിക്കാൻ. അപ്പൊ പൊതുവില് ഇഞ്ചിക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇഞ്ചി ചേർന്ന ചില, അല്ലെങ്കിൽ നമുക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ നിയന്ത്രിക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു പരിധി വരെ നമ്മളെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ പ്രോബ്ലംസ് നിയന്ത്രിക്കാനും നമുക്ക് റെഡറ്റിയിലൂടെ നമുക്ക് ഇഞ്ചി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ റെഡറ്റിയുടെ കഴിയുന്നത്. ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ എല്ലാ അവയവങ്ങളും ഭംഗിയായി പ്രവർത്തിക്കണം. അപ്പൊ ആ പ്രവർത്തിക്കേണ്ട അവയവങ്ങളിൽ ഒന്നാണ് ഹാർട്ട്, അതുപോലെ ഒന്നാണ് ലിവർ, ഒന്നാണ് ഇൻറ്റെസ്റ്റൈനൊക്കെ. അപ്പൊ അതിനൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ ഇഞ്ചി കഴിയും. എന്നാൽ മാത്രമാണ് നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നത്. അതേപോലെ ഇനി മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒന്നിവിടെ ഉണ്ട്, അത് കുമ്പിളെന്ന് അല്ലെങ്കിൽ കുമിളെന്നൊക്കെ പറയുന്ന ഒരു മരമാണ്. അതിന്റെ തൊലിയാണ് കൂടുതൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അതിന്റെ പ്രത്യേകത
ഈ മരം വളരെ സോഫ്റ്റ് ആണ്. അതിലെ വിഗ്രഹങ്ങളൊക്കെ കൊത്താൻ, രൂപങ്ങളും ഒക്കെ കൊത്തിയെടുക്കാൻ ഉപയോഗിക്കുന്ന മരമാണ്. പക്ഷെ അതിന് വലിയ പ്രത്യേകത, അതിന് അൾസർ അല്ലെങ്കിൽ വ്രണങ്ങൾ കരിക്കാനുള്ള കഴിവ് കുമ്പിളിലുണ്ട്. അതുപോലെ ക്യാൻസർ, ആന്റി ക്യാൻസറസ് ആണ് കുമ്പിൾ മരം. അനീമിയ അല്ലെങ്കിൽ വളർച്ച ഒഴിവാക്കാൻ കുമ്പിളിന് കഴിയും. ലെപ്രസി, ഈ കുമ്പിള് മരത്തിന്റെ ഇല അല്ലെങ്കിൽ അതിന്റെ തൊലിയൊക്കെ ഇട്ട് വേദവെള്ളം ലോഷനായിട്ട് ഉപയോഗിച്ചാൽ ലെപ്രസി പോലുള്ള പഴകിയ അസുഖങ്ങൾ അല്ലെങ്കിൽ മുറിവുകളൊക്കെ പെട്ടെന്ന് കരിയിക്കാൻ നമുക്ക് പറ്റും. ഏറ്റവും വലിയ പ്രത്യേകത വജൈനൽ ഡിസ്ചാർജ്, നമുക്ക് ലൂക്കോറിയ എന്ന് നമ്മൾ പറയും, അസ്ഥിയുരുക്കൊന്നും വെള്ളപോക്കിന്റെ അസുഖം എന്നൊക്കെ നമ്മളിങ്ങനെ കോമൺ ആയിട്ട് സാധാരണക്കാർ പറയുന്നത്. ആ വജൈനൽ ഡിസ്ചാർജ് കൺട്രോൾ ചെയ്യാൻ, പൈൽസ്, ഫിസ്റ്റുല, ഇതെല്ലാം നിയന്ത്രിക്കാൻ ഈ കുമ്പിൾ എന്ന് പറഞ്ഞ മരത്തിന് കഴിവുണ്ട്. അതേപോലെ ഏറ്റവും വലിയ പ്രത്യേകത ഹലൂസിനേഷൻ, ഒരു മാനസിക വിഭ്രാന്തി മനോരോഗികൾക്ക് കൊടുക്കുന്ന അത്തരം ചില മരുന്നുകളിലും കുമ്പിൾ ചേർക്കുന്നുണ്ട്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, അതിന് ഏറ്റവും നല്ല മരുന്നാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഇതൊക്കെ ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൺട്രോളിനൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ യുവത്വം നിലനിർത്താൻ ഒരു 40 വയസ്സായ ഒരാൾ, അല്ലെങ്കിൽ 45-55 വയസ്സായ ഒരാള് ഒരു 35 അല്ലെങ്കിൽ 40 വയസ്സ് കൊണ്ട് റെഡേറ്റർ സ്ഥിരം ഇങ്ങനെ ഉപയോഗിച്ചു വരുന്ന ഒരാളാണ് 70 വയസ്സായാലും 35 വയസ്സുകാരന്റെ തൊലി ആവണം എന്നാലാണ് ആ യുവത്വം. അതിന് ഭയങ്കരമായി ഗുണം കുമ്പിളിന് ചെയ്യാൻ പറ്റും. മറ്റൊന്നുമല്ല, അത് വേദിട്ട് കുളിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ വാർദ്ധക്യം കൊണ്ട് ഈ തൊലി ചുളിയുന്ന അവസ്ഥ, ആ ഒരു മൃദുത്വം എന്നും നിലനിർത്താൻ, തൊലി ചുരിയാതെ ഒരു 20-25 വയസ്സായ ഒരു കുമാരിയുടെ ആ രൂപലാവണ്യം നിലനിർത്തിക്കൊണ്ട് പോകാൻ, തൊലിയെ ആ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവ് കുമ്പിളിനുണ്ട്. അതുകൊണ്ട് മൃദുത്വം നിലനിർത്താൻ പറ്റും, യുവത്വം നിലനിർത്താൻ പറ്റും. ആന്റി ഏജിങ്, വയസ്സാവില്ല. ആന്റി ഏജിങ്, ആ തൊലി കണ്ടാൽ ഒരിക്കലും വയസ്സായി എന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ ഇവിടെയൊക്കെ അതിൻ്റെ ഇങ്ങനെ ചുക്കി ചുളിയാതെ അല്ലെങ്കിൽ വരാതെ എന്ന് നല്ല രീതിയിലുള്ള ആ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ, ആ ശാരീരിക സൗന്ദര്യം ഉണ്ടാക്കാൻ കുമ്പിളിന് കഴിയും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ചേർത്തിട്ടുള്ള മറ്റൊന്ന് സെക്ഷൽ ചോദിച്ചാൽ സ്പേം കൗണ്ട് കൂട്ടാനും ഇതിന് കഴിയും. അതുപോലെ സെമന്റെ ക്വാണ്ടിറ്റി, സ്പേം കൗണ്ട് കൂടുമ്പോൾ ക്വാളിറ്റി കൂടും. അതേപോലെ സ്പേമിന്റെ അളവ്, ആ എണ്ണം, അത് കൂടാൻ, അതിന്റെ ഇമ്മ്യൂണിറ്റി, അതിന്റെ ഇംപ്രൂവ്മെന്റ് ആ തരത്തിൽ അതിനെ ഉത്തേജിപ്പിക്കാൻ, ശരിക്കും സ്പേം കൗണ്ട് കൂട്ടാനും അതിന്റെ മോട്ടിലിറ്റി പവർ കൂടാനും ഒക്കെ തന്നെ കുമ്പിളിന് സഹായമുണ്ട്. അപ്പൊ ഏറ്റവും വലിയ പ്രത്യേകത, ബാക്കി ഇമ്മ്യൂണിറ്റി പവറും ലൈഫ് സ്റ്റൈൽ ഡിസീസും ഒക്കെ കൂട്ടത്തിൽ കൂടെ തന്നെ നമ്മളിവിടെ കുമ്പിളിനെ മറ്റുന്നുണ്ട്. തൊലിയെ മിനുസപ്പെടുത്താൻ, മൃദുത്വപ്പെടുത്താൻ, എന്നും 20-കാരന്റെ അല്ലെങ്കിൽ 20-കാരുടെ തൊലിയായി അത് നിലനിർത്താൻ കുമ്പിള് നമ്മളെ സഹായിക്കുന്നുണ്ട് റെഡറ്റയിലൂടെ. മറ്റൊന്ന് കൂവളം. നമുക്കറിയാം വില്വം അല്ലെ, നമ്മൾ വില്വാദി ലേഹം, വില്വാദി കഷായം എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ സാധാരണ ചെലന്തി കടിച്ചാൽ, അല്ലെങ്കിൽ പൂച്ച കടിച്ചാൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പെട്ടെന്ന് ഒരു ഗൃഹവൈദ്യത്തിൽ പെട്ടെന്ന് ഉപയോഗിക്കുന്ന ഒന്നാണ് കൂവളം. കൂവളത്തിന്റെ ഇല അരിച്ചു പുരട്ടുക, കൂവളത്തിന്റെ ചാർ ഇറ്റിച്ച് വയ്ക്കുക, ഇതൊക്കെ തന്നെ ഇങ്ങനെയുള്ള വിഷഹരം അല്ലെങ്കിൽ വിഷത്തിനെ നശിപ്പിക്കാനുള്ള ഒരു കഴിവ് വില്വത്തിനുണ്ട്. അല്ലെങ്കിൽ ശിവദ്രുമം എന്ന് പറയും, അതിനുണ്ട്. സ്കിൻ കംപ്ലൈന്റിന് ഏറ്റവും നല്ല സാധനമാണ്. അതായത് രക്തശുദ്ധി ഉണ്ടാക്കാൻ, രക്തത്തിന് ശുദ്ധി ഉണ്ടാക്കാനുള്ള ഏറ്റവും വലിയ കഴിവ് നമ്മളിവിടെ എന്തുകൊണ്ടാണ് റെഡറ്റയിൽ കൂവളം ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം. ആന്റി ഫംഗസ് ആണ്, ആന്റി ഡയബറ്റിക് ആണ്, ആന്റി ഓക്സിഡന്റ് ആണ്, ആന്റി ക്യാൻസറസ് ആണ്. വെൺകുഷ്ഠം അല്ലെങ്കിൽ വെള്ളപ്പാണ്ട് കാലങ്ങൾ അതിക്രമിച്ചിട്ട് അത് കരിയാത്ത മുറിവായി, മെലാനിൻ ഇല്ലാതെ കരിയാത്ത മുറിവായി മാറുന്ന ഒരു അവസ്ഥ, അതിനെയാണ് വെൺകുഷ്ഠം എന്ന് പറയാറ്. ആ വെൺകുഷ്ഠത്തിന് ശരിക്കും പറഞ്ഞാല് നമുക്ക് കൂവളം ഉപയോഗിക്കുന്ന കാര്യമാണ്. വിഷചികിത്സയിൽ ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞു ഉപയോഗിക്കുന്നതാണ്. അതുപോലെ ആന്റി ആസ്മാറ്റിക്കും കൂടിയാണ്, ആന്റി വൈറലാണ്, ആന്റി ക്യാൻസറസ് ആണ്. അതേപോലെ തന്നെ കൂവളത്തിന് ബ്രെയിൻ ഫങ്ഷൻ ബൂസ്റ്റ് ചെയ്യാനുള്ള കഴിവ് കൂവളത്തിനുണ്ട്. ഇതെല്ലാം ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരാളിനെ സംബന്ധിച്ച് നമ്മൾ ഇവിടെ പറയുന്നുണ്ട് ആൽക്കഹോളിക് അഫിനിറ്റി, അതിനോടുള്ള അഫിനിറ്റി കുറച്ചു കൊടുക്കാൻ പറ്റും. ഒരു പക്ഷേ കൂവളത്തിന് വേറെ ചില
സാധനങ്ങളുമായി അല്ലെങ്കിൽ വേറെ ചില ഔഷധങ്ങളുമായി ചേരുമ്പോൾ ആ ശക്തിയെ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു കഴിവ് കൂവളത്തിനുണ്ട്. രക്തശുദ്ധി നമുക്ക് ആവശ്യമാണ് പല കാര്യങ്ങളിലും, നമ്മുടെ ശരീര സൗന്ദര്യത്തിന്, അല്ലെങ്കിൽ ഇന്റേണൽ ഡിസീസ് ഒഴിവാക്കാൻ, അല്ലെങ്കിൽ മറ്റു പല അസുഖങ്ങൾ വരാതിരിക്കണമെങ്കിൽ രക്തശുദ്ധി ആവശ്യമാണ്. ചൊറി, ചിരങ്ങ്, അല്ലെങ്കിൽ മുഖക്കുരു, അല്ലെ, നമുക്കറിയാം ഇതിനൊക്കെ തന്നെ രക്തശുദ്ധി ആവശ്യം. അപ്പൊ ആ രക്തശുദ്ധി ഉണ്ടാവാൻ വേണ്ടി കൂടിയാണ്. അതേപോലെ തന്നെ സെക്ഷൽ എനർജി ബൂസ്റ്റ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് കൂവളത്തിനുണ്ട്. ഞാൻ ഇത്ര മാത്രമാണ് ഇപ്പൊ കൂവളത്തിനെ കുറിച്ച് പറഞ്ഞത്. ശരീരത്തിലുള്ള വിഷാംശങ്ങൾ ഒഴിവാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു. ഒരുപക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, നേരത്തെ ഞാൻ പറഞ്ഞ നാർക്കോട്ടിക് എഫക്റ്റ് കുറയ്ക്കാൻ അല്ലെങ്കിൽ ആ ടെൻഡൻസി കുറയ്ക്കാൻ പര്യാപ്തമാകുന്നതും ഒരു പക്ഷേ കൂവളം കൂടി ഉള്ളതുകൊണ്ടാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ എൽജിൻ ഇങ്ങനെ ചില ആൽക്കലോയിഡ് ഇതിലുണ്ട്. അതും ശരിക്കും പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് ഞരമ്പുകളിൽ അടിഞ്ഞുകൂടുന്ന അല്ലെങ്കിൽ ശ്വാസകോശങ്ങളിൽ അടിഞ്ഞുകൂടുന്ന ആ ഒരു നാർക്കോട്ടിക് കണ്ടന്റുകളെ അല്ലെങ്കിൽ വിഷവസ്തുക്കളെ പുറന്തള്ളാൻ ഈ എലാജിനും എജിലാനിൻ എന്ന് പറയുന്ന ആ ഒരു ആന്റി ഓക്സിഡന്റുകൾക്ക് കഴിവുണ്ട്. അതും നമ്മളെ കൂവളം നമുക്ക് ശരിക്കും ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ട്. അപ്പൊ ഒരാളിന്റെ സ്കിന്നിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് കുമ്പിളും കൂവളവും ഇവിടെ ചേർത്തിട്ടുള്ളത്. അതുപോലെ രക്തശുദ്ധി, ശാരീരിക ശുദ്ധി മാത്രമല്ല, പുറമേ ഉള്ള ശാരീരിക ശുദ്ധി കാണുന്ന ഫിസിക്കലായിട്ടുള്ള മാത്രമല്ല, ഇന്റേണൽ ആയിട്ടുള്ള അവയവങ്ങളുടെ ശുദ്ധി ചെയ്യാൻ കൂടി ശരിക്കും കൂവളം നമ്മളിവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പിന്നെ വേറെ ചില കഴിവുണ്ട്, അത് നമുക്ക് ക്ലാസ്സുകളിൽ മാത്രം പറയാം എങ്ങനെയാണ് എന്തൊക്കെയാണ്. ഇനി മറ്റൊന്ന് കരിമ്പ്. നമുക്കറിയാം നാച്ചുറലായി കിട്ടുന്ന ഷുഗർ, അല്ലെ, ഏറ്റവും വലിയ എനർജി ബൂസ്റ്റ്. നമ്മൾ വളരെ തളർന്ന് അവശതയായിരിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് കരിമ്പിൻ ജ്യൂസ് കുടിച്ചാൽ പെട്ടെന്ന് നമ്മൾ ട്രിപ്പ് എടുത്ത ആ ഒരു രീതിയിൽ, അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ഒരു കുതിരശക്തി ലഭിക്കാൻ തക്കവണ്ണമുള്ള ഇമ്മ്യൂണിറ്റി, ആ ഒരു നമ്മുടെ എനർജി ബൂസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് കരിമ്പിൻ ജ്യൂസ്. പക്ഷെ അതിനും ഒരു ഗുണമുണ്ട്. കരിമ്പിൻ ജ്യൂസ് ലോ ഗ്ലൂക്കോസ് ഇൻഡെക്സ് ആണ്. അതിന്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. ഈ നേരത്തെ പറഞ്ഞ ഡയറ്റ്സിനെ പോലെ 40-നും 50-നും ഇടയ്ക്ക് മാത്രമാണ് അതിന്റെയും ഗ്ലൈസീമിക് ഇൻഡെക്സ്. അതിന്റെ ഡയബറ്റിക് പേഷ്യൻസ് ശകലമൊക്കെ 1-2 പ്രാവശ്യം 1-2 നേരം 30-50 ml വീതം രാവിലെയും വൈകിട്ടും ബ്രെഡൊക്കെ കുടിച്ചു പോയി എന്ന് ധരിച്ചിട്ട് കരിമ്പിൻ ജ്യൂസ് ഉള്ളതുകൊണ്ട് ഒരിക്കലും ഡയബറ്റീസ് കൂടില്ല. അതുപോലെ തന്നെ ഏറ്റവും വലിയ അത് ഒരു ഡയോറിറ്റിക്കാണ്. ശരിക്കും ഉള്ളിലുള്ള കിഡ്നി ഫങ്ഷൻ കറക്റ്റ് ചെയ്തിട്ട് മൂത്രം ശരിക്കും പോകാനുള്ള ഒരു ടെൻഡൻസി കരിമ്പിൻ ജ്യൂസ് കഴിച്ചാൽ ഉണ്ടാവും. അതുപോലെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഉള്ള കഴിവ് കരിമ്പിൻ ജ്യൂസിനുണ്ട്. ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള, അമിതമായ ഭാരം നമുക്ക് പലപ്പോഴും അസുഖങ്ങളൊക്കെ വരുത്തി വയ്ക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് കരിമ്പ് ജ്യൂസുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഷുഗർ ഉണ്ട്, കാൽഷ്യം, ഫോസ്ഫറസ് ഇവയെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ നമ്മുടെ ബാക്കി എല്ലാ ഫങ്ഷനും അത് കറക്റ്റ് ചെയ്യും. ഏറ്റവും നല്ല ആന്റി ഓക്സിഡന്റ് കൂടിയാണ് കരിമ്പ്. അപ്പോൾ ആ കരിമ്പ് ആന്റി ഓക്സിഡന്റ് ആയതുകൊണ്ട് നമുക്കറിയാം ക്യാൻസറസ് കണ്ടീഷൻ അടക്കം ഉള്ളത് ഒഴിവാക്കി കൊണ്ടുവരാൻ ശരിക്കും കരിമ്പിൻ ജ്യൂസിന് കഴിയുന്നുണ്ട്. അതുപോലെ സെക്ഷൽ എനർജിയുടെ ഒരു പര്യായം കൂടിയാണ് കരിമ്പ്. നമ്മളെ ഇവിടെ മാത്രമാണ് കരിമ്പിൻ ജ്യൂസ് വിൽക്കുന്നിടത്ത് അങ്ങനെ ഒരു ബോർഡ് വയ്ക്കാത്ത. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള പുറത്തൊക്കെ ഫോർ സെക്ഷൽ എനർജി ബൂസ്റ്റ് എന്ന് എഴുതി വച്ചിട്ട് കരിമ്പിൻ ജ്യൂസ് വിൽക്കുന്ന സ്ഥലങ്ങളുണ്ടെന്നാണ്. അപ്പോൾ കരിമ്പിൻ ജ്യൂസിന് അങ്ങനെയും ഒരു കഴിവുണ്ട്. പക്ഷെ അത് നമ്മളെ ഇവിടെ അങ്ങനെ പൊതുവിൽ അത് ആരും പറയാറില്ല, ആരും അറിയാറില്ല എന്നുള്ളതുകൊണ്ട്. അപ്പൊ പല സ്ഥലങ്ങളിലും ആ രീതിയിൽ കരിമ്പിൻ ജ്യൂസ് ഉള്ളതായിട്ട് അറിയാം. അവിടെ അങ്ങനെ തന്നെ അത് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. സെക്ഷൽ എനർജി ബൂസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കരിമ്പിൻ ജ്യൂസ് ഉപയോഗിക്കാം. അതുപോലെ കിഡ്നി, ഹാർട്ട് ഇവയുടെ ഫങ്ഷൻ എല്ലാം റെഗുലേറ്റ് ചെയ്യാൻ, അതിനെല്ലാം കറക്റ്റ് ചെയ്യാൻ, കിഡ്നി ഫങ്ഷൻ കറക്റ്റ് ചെയ്യാൻ, ശരിക്കും കിഡ്നി സ്റ്റോണിനെ പൊടിച്ചു കളയാനുള്ള കഴിവ്. ദിവസവും 2 കുടിച്ചാൽ കിഡ്നി കല്ല് പോകുക എന്ന് ചോദിച്ചാൽ അല്ല, അത് കാലങ്ങളെടുക്കും. പക്ഷെ എങ്കിൽ പോലും ആ ഒരു കഴിവ് കരിമ്പിൻ ജ്യൂസിനുണ്ട്. അതുപോലെ സെക്ഷൽ ഡിസ്ഫങ്ഷൻ മാറ്റാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കരിമ്പിൻ ജ്യൂസിന് കഴിവുണ്ട്. അപ്പോൾ സ്ട്രെസ് ഹോർമോൺസിനെ നിയന്ത്രിക്കാനും ലിവർ ഫങ്ഷൻ കറക്റ്റ് ചെയ്യാനും ഒക്കെ തന്നെ കരിമ്പിൻ ജ്യൂസ്
കഴിവുണ്ട്. അപ്പൊ കരിമ്പൻ ജ്യൂസ് ഏത് തരത്തിലാണ് ഇവിടെ ഉപയോഗിക്കപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതേപോലെ മറ്റൊന്ന് തിപ്പലി. അപ്പൊ ലോങ് നമ്മൾ പറയാറുണ്ട് തിപ്പലി നമുക്ക് നേരത്തെ നമ്മൾ റെഡേറ്റയുടെ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് തോന്നുന്നു എനിക്ക്. നമ്മൾ അത് ഡയബറ്റിക് ആണ്, ആന്റി ഡയബറ്റിക് ആണ്, അതുപോലെ ആന്റി ആർത്രൈറ്റിക്സ് ആണ്, ആർത്രൈറ്റിക് അത് ആന്റി ആർത്രൈറ്റിക് ആണ്. വാദം, സന്ധിവാദം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാദസംബന്ധമായ അസുഖങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഒഴിവാക്കാൻ കഴിയുന്നുണ്ട്. അത് കോൾഡ് ആൻഡ് കഫ്, ചുമ, ജലദോഷം. ഞാൻ ഏലാദി ചൂർണം എന്ന് ഏല ആദി എന്നുള്ളതിൽ ഒന്ന് തിപ്പലിയും കൂടിയാണ്. ഏലക്കായും അല്ലെങ്കിൽ തിപ്പലിയൊക്കെയാണ് അതിൽ വരുന്നത്. അപ്പൊ ഏലാദി ചൂർണത്തിൽ തിപ്പലി ചേരുന്നുണ്ട്. ചുമ, കോൾഡ് അല്ലെങ്കിൽ കഫക്കെട്ടൊക്കെ ഒഴിവാക്കാനുള്ള കഴിവ് തിപ്പലിക്കുണ്ട്. അതുപോലെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനുള്ള കഴിവ്, പ്രതിരോധശേഷി ഉണ്ടാക്കാനുള്ള കഴിവ് ഉണ്ട്. ഫാറ്റ് കുറയ്ക്കാൻ, നമ്മുടെ ശരീരത്തിലെ അമിതമായ ഫാറ്റ് കുറയ്ക്കാനും നമുക്കത് കഴിയുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ലിവർ ഫങ്ഷൻ കറക്റ്റ് ചെയ്യാൻ, കരള് എന്ന് തന്നെയാണ് പറഞ്ഞത്. ശരിക്കും നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനങ്ങളെ ശരിക്കും ബാലൻസ് ചെയ്യുന്ന കരളിന്റെ പ്രവർത്തനം കൊണ്ട് കൂടിയാണ്. അപ്പൊ കരളിന്റെ പ്രവർത്തനം ശരിയല്ലെങ്കിൽ ഒന്ന് തുടങ്ങി അവയവങ്ങൾ ഓരോന്നായി നശിക്കാൻ തുടങ്ങും. അത് കൊണ്ട് തന്നെ ലിവർ ഫങ്ഷൻ എപ്പോഴും കറക്റ്റായി നിൽക്കണം. അതുകൊണ്ട് തന്നെ ഇവിടെ തിപ്പലിക്ക് അത്തരത്തിലുള്ള ലിവർ ഫങ്ഷൻ കറക്റ്റ് ചെയ്യാൻ, നമ്മളെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും കൂടിയാണ് നമ്മൾ റെഡേറ്റ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ രക്തത്തിലെ അളവ് കുറയ്ക്കാൻ, എന്തിന്റെ അളവ്, നമ്മളെ അത് അങ്ങനെ ഞാൻ ഇപ്പൊ പറയുന്നുള്ളൂ, ചില വിഷവസ്തുക്കളുടെ അളവ് കുറയ്ക്കാൻ ശരീരത്തില് രക്തത്തിൽ അടങ്ങിയിട്ടുള്ള ആ ഒരു കപ്പാസിറ്റി തിപ്പലിക്കുണ്ട്. വേറെ ചിലതുമായി ചേരുമ്പോൾ ചില തരത്തിലുള്ള ടെൻഡൻസികൾ ഒഴിവാക്കാൻ, നമ്മൾ മാനസിക നിലവാരത്തില് അത്തരം ചിന്താഗതി ഒഴിവാക്കാനുള്ള ഒരു കഴിവ് ശരിക്കും പറഞ്ഞാല് തിപ്പലിക്കുണ്ട്. അപ്പൊ തിപ്പലി അതിനും കൂടി വേണ്ടിയാണ് ശരിക്കും നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി മറ്റൊന്ന്, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരും ചെയ്യാത്ത, എന്നാൽ നമുക്ക് ഒരുപാട് റിസൾട്ട് വരുത്തി തന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഓക്സിമറായിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നായിട്ട് അശ്വഗന്ധ, അത് ഇവിടെയും ചേരുന്നുണ്ട്. അശ്വഗന്ധയെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം, ഏകദേശം എല്ലാവർക്കും അറിയാം. എന്നെ കേൾക്കുന്ന ഒരുപക്ഷെ അവൈസ്യൻസ് അല്ലാത്തവർക്കും തീർച്ചയായിട്ടും അറിയാൻ പറ്റും അശ്വഗന്ധയുടെ ഗുണം. അതും ഒരുപക്ഷെ ഇന്ത്യൻ ജെൻസങ് എന്നറിയപ്പെടുന്ന ഒന്നാണ്. വയാഗ്ര എന്ന് പറയും പോലെ തന്നെ ഇന്ത്യൻ ജെൻസങ് എന്നും പറയാം. കാര്യം അത് ഒരു എന്താ പറയാൻ, ഒരു അമൃതാണ്, അമൃതിന് തുല്യമായ ഒരു സാധനമാണ് ജിൻസങ്. അപ്പൊ ആ രീതിയിൽ ആരോഗ്യ പച്ച എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതേ അവസ്ഥയിൽ തന്നെയാണ് ജിൻസങ്. അത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്, മെമ്മറി ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്, ബ്രെയിൻ സെൽസിനെ ഉത്തേജിപ്പിക്കുന്നുണ്ട്. അതേപോലെ ക്യാൻസർ സെല്ലിനെ നമുക്കറിയാം, ഞാൻ മുമ്പും അത് ഓക്സിമറായെ കുറിച്ച് പറഞ്ഞതാണ്, ക്യാൻസർ സെല്ലിനെ നശിപ്പിക്കാനുള്ള അശ്വഗന്ധയുടെ കഴിവ്. അപ്പം അത് സൂര്യ ടിവിയിലൊക്കെ വന്ന ഫീച്ചറിനെ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞു. അപ്പൊ ക്യാൻസർ സെല്ല് നശിപ്പിക്കാനുള്ള കഴിവ് അശ്വഗന്ധയ്ക്കുണ്ട്. അതേപോലെ ഏറ്റവും വലുത് സെക്ഷൽ ഹോർമോൺസിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് അശ്വഗന്ധയ്ക്കുണ്ട്. അശ്വഗന്ധ, കുതിരയുടെ ഗന്ധം അല്ലെങ്കിൽ കുതിര ശക്തി, അത് ലൈംഗികമായി തന്നെ കുതിരയോളം ശക്തി അല്ലെങ്കിൽ കുതിരശക്തി, ആ ഒരു രീതിയിലുള്ള അത്രയും സെക്ഷൽ എബിലിറ്റി ഉണ്ടാക്കാനുള്ള കഴിവ് അശ്വഗന്ധയ്ക്കുണ്ട്. ഞാൻ വളരെ വിശദമായിട്ട് നേരത്തെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇപ്പൊ അങ്ങോട്ട് കഴിക്കുന്നത്. അതുപോലെ എൻഡോക്രൈൻ സിസ്റ്റത്തിനെ ഡെവലപ്പ് ചെയ്യാൻ അശ്വഗന്ധയ്ക്ക് കഴിയും. അതുപോലെ പുരുഷന്മാരെ സംബന്ധിച്ച് ഇറക്റ്റൈൽ പവർ, ധാരണശേഷി കുറവുള്ളവർക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. ഏറ്റവും നല്ല ആന്റി ഓക്സിഡന്റ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞു. ആന്റി ഇൻഫ്ലമേറ്ററി ആണ്, ആന്റി ആസ്മാറ്റിക് ആണ്, ആന്റി ഡയബറ്റിക് ആണ്. ഫീമെയിൽ ഹോർമോൺസ് ശരിക്കും അതും ഒരേപോലെ പുരുഷനെ എത്രമാത്രം അത് സെക്ഷൽ ഡെവലപ്മെന്റ്സിന് അശ്വഗന്ധ സഹായിക്കുമോ അതേ തരത്തില് സ്ത്രീകൾക്കും അത് ഉപയോഗിക്കും. അതുപോലെ സെക്ഷൽ കംപ്ലൈൻസ് അവർ അല്ലെങ്കിൽ ഗൈനക്കോളജിക്കൽ പ്രോബ്ലംസ് സ്ത്രീകളെ സംബന്ധിച്ച് ഒരുപാടുണ്ട്. അതിനും ഒരു നല്ല 90% ഒരു മരുന്നാണ്. അതുപോലെ ഫീമെയിൽ ഹോർമോൺസിന്റെ അതിന്റെ ഡെവലപ്മെന്റ്സിന് അത് സഹായിക്കുന്നുണ്ട്. മെനപ്പോസൽ സമയത്തുണ്ടാകുന്ന, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മെനപ്പോസൽ സമയത്തുണ്ടാകുന്ന അവരുടെ ആ ഒരു ഡിപ്രഷൻ അതടക്കമുള്ള വിഷയങ്ങൾക്ക് നല്ല മരുന്നാണ്. അതുപോലെ വെരിക്കോസ് വെയിൻ മാറ്റാൻ അശ്വഗന്ധയിൽ കഴിയും. അത് നമ്മൾ ഓക്സിമറായി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം തലച്ചോറിലോട്ട് രക്തധമനികളെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള കഴിവ് അശ്വഗന്ധയ്ക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പാർക്കിൻസൺ ആ തരത്തിലുള്ള തളർവാദ സംബന്ധമായ അസുഖങ്ങളെ അല്ലെങ്കിൽ നാഡീഞരമ്പുകളെ
തളർത്തുന്ന തരത്തിലുള്ള അസുഖങ്ങൾക്കൊക്കെ നമ്മൾ ഓസ്യമറായി കഴിക്കാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഇവിടെയും റെഡേറ്റയില് എല്ലാ ബ്ലഡ് വെസൽസിനെയും സ്റ്റിമുലേറ്റ് ചെയ്യാൻ, തലച്ചോറിലോട്ട് മാത്രമല്ല ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും സ്റ്റിമുലേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു സെക്ഷൽ ബൂസ്റ്റിംഗ് ഉണ്ടാക്കാൻ അശ്വഗന്ധയ്ക്ക് കഴിയും എന്നുള്ളത് കൊണ്ടും കൂടി അശ്വഗന്ധ ഇവിടെ ചേർക്കുന്നത്. എല്ലാറ്റിനും അപ്പുറം വാജീകരണം തന്നെയാണ് അശ്വഗന്ധ. വാജീകരണം ഞാൻ പറഞ്ഞല്ലോ, കുതിരശക്തി, അത് തന്നെയാണ് അശ്വഗന്ധ ഇവിടെ ചേർക്കുമ്പോൾ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ മറ്റൊന്ന് ഗ്രേപ്സ് നമുക്കറിയാം. മുന്തിരി ഞാൻ നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഓസ്റ്റിയോപോറോസിസ് അല്ലെ, മെനപ്പോസൽ സമയത്ത് സ്ത്രീകൾക്കുണ്ടാകുന്ന ഓസ്റ്റിയോപോറോസിസ് പറഞ്ഞ അസുഖത്തിന്റെ ഏറ്റവും നല്ല പരിഹാര മാർഗം മുന്തിരി. അപ്പൊ ആ മുന്തിരിങ്ങ ഇവിടെ ചേരുന്നുണ്ട്. അതേപോലെ മെനപ്പോസൽ സിംറ്റംസ് ആ സമയത്ത് ഉണ്ടാകുന്ന ഒരുപാട് വിഷയങ്ങൾ. അതുപോലെ നാച്ചുറൽ ബ്ലഡ് പ്യൂരിഫയർ ആണ്, രക്തശുദ്ധി. ഞാൻ നേരത്തെ പറഞ്ഞു, കൂവളം പറഞ്ഞപ്പോഴും കുമ്പിളിന്റെ കാര്യം പറഞ്ഞപ്പോഴും രക്തശുദ്ധിയുടെ പ്രാധാന്യം പറഞ്ഞു. അതേ പ്രാധാന്യത്തോടെ തന്നെ ശരിക്കും പറഞ്ഞ ഗ്രേപ്സും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് രക്തശുദ്ധി. കാര്യം നമ്മൾ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൺട്രോൾ ചെയ്യുമെന്ന് പറഞ്ഞതോടൊപ്പം തന്നെ ആന്റി ഏജിങ് പറഞ്ഞതോടൊപ്പം തന്നെ നമ്മൾ പറയുന്നുണ്ട് ആൽക്കഹോളിക് ടെൻഡൻസി ഒഴിവാക്കിയാൽ, അല്ലെങ്കിൽ അത് കാലക്രമത്തിൽ അതിന് ആ ഒരു അഡിക്ഷൻ നമുക്ക് ഒഴിവാക്കി കൊടുക്കാൻ ഇതിന് കഴിയും എന്ന് പറയുന്നു. അതിന് ഒരു കാരണക്കാരൻ ശരിക്കും പറഞ്ഞാൽ ഗ്രേപ്സും കൂടിയാണ്. വേറെ ചിലതുണ്ട്, അത് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലും ഇവിടെ നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട കൂവളത്തിനും കുമ്പിളിനും ഒപ്പം തന്നെ ശരിക്കും പറഞ്ഞാൽ ഗ്രേപ്സിനും അത്തരത്തിൽ ചില കഴിവുണ്ട് മറ്റ് ചിലതിനോട് ചേരുമ്പോൾ. അതേപോലെ ബ്രെയിൻ ഫങ്ഷൻ ബൂസ്റ്റ് ചെയ്യാനുള്ള കഴിവ് ഗ്രേപ്സിനുണ്ട്. RBC കൗണ്ട് കൂട്ടാനുള്ള കഴിവുണ്ട്. ധാരാളം ഇരുമ്പ് അതിനുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലഡ് സെൽസ് RBC കൗണ്ട് ശരിക്കും കൂട്ടും. അതുപോലെ മെന്റൽ ഡിപ്രഷൻ അത് ഒഴിവാക്കാൻ നമുക്ക് കഴിയും. പിന്നെ ആന്റി ഓക്സിഡന്റ് ആണ് നമുക്കറിയാം. അതുപോലെ അൾസിമേഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള അൾസിമേഴ്സ്, ഓർമ്മശക്തി ഇല്ലായ്മ, അത് മാറ്റാനുള്ള കഴിവ്. കാര്യം ബ്രെയിൻ ഫങ്ഷൻ ബൂസ്റ്റ് ചെയ്യാനുള്ള കഴിവ് ശരിക്കും ഗ്രേപ്സിനുണ്ടെന്നുള്ളതാണ്. രക്തഓട്ടം കൂട്ടാനുള്ള, ആരോഗ്യം, സൗന്ദര്യം, ഇതൊക്കെ വർദ്ധിപ്പിക്കാൻ ഗ്രേപ്പ് സീഡ് ഓയിൽ ഞാൻ മുമ്പ് പറഞ്ഞു, സൗന്ദര്യ സംവർദ്ധക ഓയിലാണ്. അത് തേച്ച് കഴിഞ്ഞാൽ മിനുസമുള്ള തൊലി, ശരിക്കും മിനുങ്ങുന്ന തൊലി ഉണ്ടാക്കാൻ പറ്റും ഗ്രേപ്സ്. അപ്പൊ അതിന് നമ്മൾ ആ ഗ്രേപ്സിലുണ്ട്. അതുപോലെ അൾട്രാ വയലറ്റ് റേഡിയേഷൻ, പുറത്ത് ജോലി ചെയ്യുന്ന കൂടുതൽ സമയത്ത് വെയിലത്ത് യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ആ തരത്തിലുള്ള അൾട്രാ വയലറ്റ് റേഡിയേഷൻ കൊണ്ടുണ്ടാകുന്ന വിഷയങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് നമ്മുടെ ഗ്രേപ്സ്. അതുപോലെ ആസ്മ, അലർജി, ഇതിനൊക്കെ തന്നെ നമുക്ക് ശരിക്കും ഗ്രേപ്സ് ഉപയോഗിക്കാം. അപ്പൊ ഗ്രേപ്സ് ഇവിടെ ഉണ്ട്, ഗ്രേപ്സ് റെഡറ്റ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രേപ്സും നമ്മളെ രക്ത അളവ് കൂട്ടാൻ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ തന്നെ ഗ്രേപ്സും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ മറ്റൊന്ന് ഏറ്റവും കൂടുതലുള്ളത് നമുക്കറിയാം, പലകപ്പയ്യാനി എന്ന് പറഞ്ഞ ഒരു മരുന്നിലുണ്ട്. അത് ദശമൂലങ്ങളിൽ ഒന്നാണ്. അത് അതിസാരത്തിന് അല്ലെങ്കിൽ ഡയറിയ ഉപയോഗിക്കാം, വ്രണങ്ങൾക്ക് അത് ഉപയോഗിക്കാം, വ്രണങ്ങൾ കരിയാൻ ഉപയോഗിക്കാം. ഇന്റേണൽ അൾസേഴ്സ്, നമ്മൾ കാണാത്ത നമ്മളറിയാത്ത ഒരുപാട് വ്രണങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാവും. അതൊക്കെ കരിച്ചു കളയാൻ പലകപ്പയ്യാൻ കഴിയും. അതുപോലെ മുഞ്ഞ, അതും ദശമൂലങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിനും ജലദോഷം, പനി, ചുമ, ഇങ്ങനെയുള്ള ആസ്മ കംപ്ലൈന്റ്, പെപ്റ്റിക് അൾസർ, ഗ്യാസ്ട്രൈറ്റീസ്, ടോൺസിലൈറ്റീസ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് അത് മുഞ്ഞ ഒരു മരുന്നാണ്. നേരത്തെ പറഞ്ഞ ആന്റി ഇൻഫ്ലമേറ്ററി ആണ്, ആന്റി പൈററ്റിക് ആണ്, പനി കുറയ്ക്കാൻ കഴിയും, അൾസറൊക്കെ കുറക്കാൻ പറ്റും. ന്യൂറാൾജിയ, ഞരമ്പൊക്കെ ഉണ്ടാകുന്ന ഒരു വിഷയം, അതൊക്കെ തന്നെ പരിഹരിക്കാൻ മുഞ്ഞയ്ക്ക് കഴിയും. അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം വളരെ പ്രധാനപ്പെട്ട വസ്തുക്കളാണ് ഇതിൽ ചേർന്നിട്ടുള്ളത്. അതാണ് ഞാൻ വളരെ ചുരുക്കി ഓരോന്നിനെ കുറിച്ചും പറഞ്ഞാൽ ഇന്ന് മൊത്തം പറഞ്ഞാൽ ഒരു വിഷയം മാത്രം നമുക്ക് പറയേണ്ടി വരും. നിങ്ങൾക്കറിയാം ഗ്രേപ്സ് എന്താണ്, നിങ്ങൾക്കറിയാം അശ്വഗന്ധ എന്താണ്, നിങ്ങൾക്കറിയാം ഏലക്കായുടെ ഗുണം, നിങ്ങൾക്കറിയാം കരിമ്പിന്റെ ഗുണം, നിങ്ങൾക്കറിയാം പിന്നെ ഡേറ്റ്സിന്റെ ഗുണം, നെല്ലിക്ക നമുക്ക് സുപരിചിതമാണ്. അപ്പൊ ഇതൊക്കെ നമുക്കറിയാം. ഇതൊക്കെ തന്നെയാണ് ഇതില് നമ്മൾ ചേർത്തിട്ടുള്ള പ്രത്യേകതകൾ. പക്ഷെ അധികം ചിലത് ചേർത്തിട്ടുള്ളത് ഈ പറഞ്ഞ കുമ്പിള്, കൂവളം, അങ്ങനെയുള്ള ചിലത് ചേർത്തിട്ടുണ്ട്. അതിനൊക്കെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞത് വിശദമായിട്ട് നമുക്ക് അതിൻ്റെയൊക്കെ ഗുണദോഷങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റും. അത് വരുന്ന ക്ലാസ്സുകളിൽ സംസാരിക്കാം. അതുകൊണ്ട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഏത് പ്രായക്കാർ റെഡറ്റ കഴിക്കാം, വെള്ളം ചേർക്കണമെന്നില്ല. നമ്മൾ പറയുന്ന ഡേറ്റ്സ് ഓഫ് വൈൻ എന്നാണ്. നമുക്കറിയാം, നമ്മൾ റെഡറ്റ എടുത്ത് നോക്കിയാൽ അതിൽ കാണുന്നുണ്ട്, റെഡറ്റ അതിന് താഴെ ഡേറ്റ്സ് ഓഫ് വൈൻ എന്ന ഒരു വൈൻ രീതിയിൽ, ഒരു ഫോർമുലയിലാണ് ശരിക്കും ഉണ്ടാക്കിയിട്ടുള്ള റെഡറ്റ.
അതുപോലെ ആയുഷിന്റെ സർട്ടിഫിക്കറ്റ് ഇതിലുണ്ട്. കേരള സർവോദയ ആയുർവേദ ഫാർമ റിസർച്ച് സെന്റർ തിരുവനന്തപുരം, അവിടെ നമ്മൾ അറിയണ ഒരു കാര്യം, മാനുഫാക്ചറിംഗ് ലൈസൻസ് നമ്പർ കൊടുത്തിട്ടുണ്ട് 30/25D. നേരെ മറിച്ച് വാച്ച്മറായി എടുത്ത് നിങ്ങൾ നോക്കുക, അതിലുള്ളത് FSSAI സർട്ടിഫിക്കറ്റ് നമ്പറാണ്. ഇവിടെയാണ് റെഡറ്റയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഡ്രഗ് എന്നുള്ള നിലയിൽ ആ ലൈസൻസോട് കൂടിയാണ് നമ്മൾ ഇറക്കുന്നത്. നമ്മുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ആണ്. അത് മാത്രമല്ല, ഇവിടെ 30 ml twice a day or as directed by the physician. ഒരു ഫിസിഷ്യൻ എന്നാണ് എഴുതിയത്. അപ്പൊ ആധികാരികമായി തന്നെ ഇത് നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ വേണമെങ്കിൽ വച്ച് വിൽക്കാൻ പറ്റുന്ന തരത്തില് ആധികാരികതയുള്ള, റെഡറ്റെ പോലെ തന്നെ റെഡറ്റയിൽ വാച്ച്മറായിൽ ഒരു പക്ഷേ നമ്മുടെ പിന്നെ ക്യാരറ്റും തക്കാളിക്കും മാറ്റിയിരുന്നെങ്കിൽ നമുക്ക് അതിനും ഇതേപോലെ ഈ ഡ്രഗ് ലൈസൻസ് കിട്ടും. പക്ഷെ ആ രണ്ടും മാറ്റുമ്പോൾ കാറ്ററാക്ട് അടക്കമുള്ള വേറെ ചിലതിന് ഒരു കുറവ് വരും എന്നുള്ളതുകൊണ്ടാണ് ആ കമ്പനി അതിന് തയ്യാറാവാത്തത്. നമുക്ക് വേണ്ടിയാണ് കമ്പനി അന്നത് തയ്യാറാവാത്തത്. പക്ഷെ ഇപ്പൊ റെഡറ്റയിൽ നമുക്ക് ഡ്രഗ് ലൈസൻസോട് കൂടി നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഏറ്റവും ഒരു സ്പൂൺ റെഡറ്റ വായിക്കാത്ത ഒഴിച്ചു കൊടുത്താൽ അത് ഇറക്കാൻ പാകത്തിലുള്ള പ്രായമായ കുട്ടികൾക്ക് 5 ml മുതൽ അതിന്റെ ഡോസ് നമുക്ക് നിശ്ചയിക്കാം. 5 ml, മിനിമം 5 ml തീർച്ചയായിട്ടും ഒഴിച്ചു കൊടുക്കാൻ. ചെറിയൊരു എരിയും ഇനിപ്പും പുളിപ്പും ഒക്കെ ഉള്ളതാണ് റെഡറ്റ. കൊച്ചുകുട്ടികളെ കഴിക്കും, നല്ല ഇനിപ്പാണ്, ധൈര്യമായിട്ട് കൊടുക്കാം, ഒരു ദോഷവും ഇല്ല. അങ്ങനെ കൊടുത്ത് വളരുന്ന കുട്ടികൾ ഈ പറഞ്ഞ പോലെ എന്നും 40 വയസ്സിന് അകത്തേ നിൽക്കും. ആരോഗ്യത്തിലും ശാരീരികമായും മാനസികമായും എല്ലാ അർത്ഥത്തിലും ആ കുടുംബം, ആ വ്യക്തി ഒരു നാട്ടിന് ഒരു അഭിമാനമായി ജീവിക്കുന്ന ഒരു കാലം തീർച്ചയായിട്ടും ഉണ്ടാവും. അന്ന് അവസ്ഥയ്ക്കും തീർച്ചയായിട്ടും അതിന് അഭിമാനമാണ്. അതുപോലെ ബ്രെയിൻ സെൽസിന്റെ വികാസം, ഗർഭിണികൾക്ക് ഇത് കൊടുക്കണം, ധൈര്യമായിട്ടും ഗർഭിണികൾ കഴിക്കാം. അധികം ഡയബറ്റിക് ഒന്നും അല്ലെങ്കിൽ ഗർഭിണികൾ കഴിക്കാം. അവരുടെ ഉള്ളിലുള്ള കുട്ടിയുടെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാൻ, ആ കുട്ടിയുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഏത് പ്രായക്കാർക്കും ശരിക്കും ഉപയോഗിക്കാം. വെള്ളം ചേർക്കണമെന്നൊന്നും ഇതിനില്ല. അതുപോലെ ഇതിൽ പ്രത്യേകതരം പ്രിസർവേറ്റീവ്സ് ഒന്നും നമ്മളിൽ ചേർത്തിട്ടില്ല. പക്ഷെ ഇതിൽ പ്രിസർവേറ്റീവ്സ് ഉണ്ട്. കറുവപ്പട്ട പ്രിസർവേറ്റീവ് ആണ്, തിപ്പല്ലി അതാണ്, ഇഞ്ചി അതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേകിച്ച് ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ അതില് നിപ്പാസോൾ വാച്ച്മറായിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ അത്തരത്തിലുള്ള പ്രിസർവേറ്റീവ് ഒന്നും ഇവിടെ ചേർക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ചെറിയ ഇത് വരും. ചില കുപ്പികളിൽ നമ്മൾ ബോട്ടിലിംഗ് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ എയർ കയറും. ഫെർമെന്റേഷൻ, പുളിപ്പ് എന്ന സാധനം തന്നെ നമുക്കറിയാം, ഡേറ്റ്സ് ഓഫ് വൈൻ എന്നാണ് നമ്മുടെ ഇതിന്റെ പേര്. അപ്പൊ ആ വൈൻ അങ്ങനെ ഇരുന്നിട്ട് അതിനകത്ത് എയർ നിൽക്കുന്നുണ്ട്. ചെറിയൊരു പതയും ഒക്കെ ചിലപ്പോൾ തുറക്കുമ്പോൾ നമ്മളെന്താ ഷാമ്പെയിൻ ബോട്ടിൽ പൊട്ടിക്കുമ്പോൾ കുറച്ച് പതയൊക്കെ വരും അല്ലെ. ബിയർ ബോട്ടിൽ ഒന്ന് കുലുക്കിയിട്ട് പൊട്ടിച്ചാൽ എങ്ങനെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ. അപ്പൊ അതേപോലെ വരും. അത് വേറെ ദോഷമൊന്നും ഉള്ളതല്ല. അത് തീർച്ചയായിട്ടും റെഡറ്റയ്ക്ക് അതുകൊണ്ട് വരെ യാതൊരു കുറവും വരുന്നതല്ല ശരിക്കും. പക്ഷെ അതുകൂടി ഇപ്പൊ നമ്മൾ പരിഹരിക്കുന്നുണ്ട്. അത് ആ ഒരു അവസ്ഥ മാറുന്നുണ്ട്. അപ്പൊ അങ്ങനെ വിഷയമൊന്നുമില്ല റെഡറ്റ. അപ്പൊ ആ ഒരു തരത്തിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ വളരെ ഇത് ഡെവലപ്പ് ആ ഒരു തരത്തിൽ നമുക്ക് റെഡറ്റ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ റെഡറ്റയുടെ പ്രധാനപ്പെട്ട ഇത് നമുക്കറിയാം എന്തൊക്കെയാണ് നമ്മൾ ഉദ്ദേശിച്ചുള്ളത്. നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും, ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെ. നിങ്ങൾക്ക് യുവത്വം നിലനിർത്താൻ, നിങ്ങളുടെ യൗവനം നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആൽക്കഹോളിക് ടെൻഡൻസി ഒഴിവാക്കാൻ പറ്റും. പക്ഷെ ഞാൻ കഴിഞ്ഞ 2 മാസമായി റെഡറ്റ ചിലർക്ക് പരീക്ഷണാർത്ഥം കൊടുത്ത് എനിക്ക് കിട്ടിയ റിസൾട്ട് അനുസരിച്ച് ഞാൻ പറയുന്നു, പുക വലിക്കുന്നവരുണ്ടെങ്കിൽ ആ പുകവലി കുറയ്ക്കാനും റെഡറ്റയ്ക്ക് കഴിയുമെന്ന് അഭിമാനപൂർവ്വം എനിക്കിപ്പോൾ പറയാൻ കഴിയുന്നുണ്ട്. ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ എനിക്ക് കിട്ടിയ റിസൾട്ട് അതും കൂടി ഞാൻ ഇതിൽ കൂട്ടിച്ചേർക്കുകയാണ്. അങ്ങനെയും നമുക്ക് ഉപയോഗമുണ്ട് റെഡറ്റ. അപ്പോൾ ഒരു പക്ഷേ ഒരു വിപ്ലവകരമായ മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു. കൂടുമ്പോൾ ഇമ്പമുള്ളതാകുന്നതാണ് കുടുംബമെങ്കിൽ ആ ഇമ്പം ഉണ്ടാക്കാൻ എല്ലാ കുടുംബങ്ങളിലെ അസ്വാരസ്യങ്ങളൊക്കെ ഒഴിവാക്കി ആരോഗ്യപൂർണമായ കുടുംബം വാർത്തെടുക്കാൻ അവസ്ഥയിലൂടെ നമുക്ക് കഴിയും. അതിനെല്ലാവരും താല്പര്യപ്പെട്ട് മുന്നോട്ട് വരണം എന്നുള്ളതാണ്. ഈ സമൂഹത്തില് എന്താണ് അവസ്ഥയുടെ ലക്ഷ്യം? സമൂഹത്തിന് ഈ മാരകമായ വിപത്തിൽ നിന്ന് രക്ഷിക്കാൻ, അല്ലെങ്കിൽ ഈ ആൽക്കഹോളിക് അഡിക്ഷനിൽ നിന്ന് രക്ഷിച്ച് ഒരു നല്ല ഒരു നിലവാരത്തിലുള്ള ഒരു സമൂഹത്തിനെ വാർത്തെടുക്കാൻ തക്കവണ്ണം കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് നമ്മൾ സമൂഹത്തിൽ എത്തിക്കുക. എല്ലാവർക്കും വിജയാശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് അവശ്യം.